എല്ലാവർക്കും ലൂക്ക ടോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ മാസത്തെ മൂന്നാമത്തെ ടോക്കാണ്. ഇന്ന് ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്നുള്ള വിഷയത്തിൽ CS മീനാക്ഷിയാണ് അവതരണം നടത്തുന്നത്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈജ്ഞാനിക ഗ്രന്ഥമാണ് ഭൗമചാപം, ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം. 2016 ഇറങ്ങിയത്. ഒരുപാട് കാലത്തെ ഒരു വർക്ക് ആ പുസ്തകത്തിൽ പിന്നിലുണ്ട്. ആ പുസ്തകം പറയുന്നത് ഒരുപാട് കാലത്തെ ഇന്ത്യയിൽ നടന്ന വലിയൊരു കൊളോണിയൽ അധിനിവേശത്തിന്റെ ചരിത്രം പറയുന്നുണ്ട്. വലിയൊരു ശാസ്ത്ര പ്രവർത്തനം കൂടിയായിരുന്നു അത്. ഒത്തിരി ഇതിന്റെ ആമുഖത്തിൽ ആനന്ദ് വളരെ വിശദമായിട്ട് ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വിസ്മയ ചരിത്രം തന്നെയാണ് അത്. പക്ഷെ ഒരു ഇന്ത്യൻ ചരിത്രത്തിലെ വലിയൊരു ഏടും കൂടിയാണ്. അപ്പൊ ഈ പുസ്തകം എഴുതിയത് CS മീനാക്ഷിയാണ്. മലയാളത്തിലൊരു കനപ്പെട്ട വൈജ്ഞാനിക ഗ്രന്ഥം തന്നെ എന്ന് തന്നെ പറയാം. ചരിത്രം എങ്ങനെയാണ് ഒരു ശാസ്ത്ര ചരിത്രം കൂടിയായിട്ട് അതിനെ എഴുതുക എന്നുള്ളത്. അത് സർവേയുടെ ചരിത്രം മാത്രമല്ല, ഈ ഒരു വൈജ്ഞാനിക രംഗത്ത് മലയാളത്തിൽ ഈ അടുത്തിറങ്ങിയ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് അതും കൂടി ഞാൻ വായിച്ചിട്ട് നേരെ നമുക്ക് ഇതിലേക്ക് കിടക്കാം. ബ്രിട്ടീഷ് സർവേക്കിടയിൽ കാനന വിജനതകളിലും ഏകാന്തമായ പർവ്വതനിരകളിലും പട്ടിണി കിടന്നും മലമ്പനി ബാധിച്ചും പുലി പിടിച്ചും പാമ്പ് കടിച്ചും അക്രമകാരികൾക്കിരയായും ജീവൻ വെടിഞ്ഞ ആയിരക്കണക്കിന് അറിയപ്പെടാത്ത ഇന്ത്യൻ തൊഴിലാളികൾക്കാണ് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു തീവ്രതയും ആഴവും ഒക്കെ നമുക്ക് അനുഭവപ്പെടും. അപ്പോ ഈ അവതരണം നടത്താൻ CS മീനാക്ഷി എത്തിയിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയർ ആണ്. ഇപ്പോ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മള് ഈ അടുത്ത് മലയാളത്തിൽ ഇറങ്ങിയ പെൺപാട്ട് താരങ്ങളുടെ പുസ്തകം, മറ്റൊരു പുസ്തകം കൂടി ഉണ്ട് മാഡത്തിൻ്റെതായിട്ട്. ഭൗമചാപത്തിന് 2019 GN പിള്ള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ വന്ന മിക്കവരും പുസ്തകം വായിച്ചിട്ടുണ്ടാവും. പക്ഷെ നേരിട്ട് ഗ്രന്ഥകാരിയിൽ നിന്ന് ആ പുസ്തകത്തിന്റെയും അതിനപ്പുറമുള്ള ഒത്തിരി കാര്യങ്ങൾ കേൾക്കാം. CS മീനാക്ഷി ക്ഷണിക്കുകയാണ്. നമുക്കൊരു 9 മണി വരെയൊക്കെ ഈ അവതരണത്തിലേക്ക് ഒരു മണിക്കൂറാണ് സാധാരണ ലൂക്കയുടെ ഒരു അവതരണം. അതിനുശേഷം നിങ്ങളുടെ ഒരു സംശയങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. ലൂക്കയുടെ എഡിറ്റോറിയൽ ബോർഡ് അംഗം കൂടിയാണ് CS മീനാക്ഷി. അപ്പം പ്രത്യേകമായിട്ട് ആ കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഏതായാലും നമുക്ക് അവതരണത്തിലേക്ക് കടക്കാം. ഓക്കെ. അപ്പം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്നതാണ് ഇന്നത്തെ വിഷയം. ഇതിൽ ഈ വിസ്മയം എന്നുള്ള ഒരു ഫാക്ടർ എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു പോകെ നിങ്ങൾക്ക് ഈ അവതരണം കേൾക്കുമ്പോൾ മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ചരിത്രം എന്നത് ഒരു കാലത്തിന്റെ ഒരു ബിന്ദുവിൽ പെട്ടെന്ന് തുടങ്ങി വേറൊരു ബിന്ദുവിൽ അവസാനിക്കുന്ന ഒന്നല്ല. അത് അനസ്യൂതമായിട്ട് പ്രവഹിക്കുന്ന ഒന്നാണ്. ഒരു കണ്ടിന്യൂമാണ് ഈ ചരിത്രം. അപ്പൊ ഇതൊരു ശാസ്ത്രത്തിന്റെ ചരിത്രമാണ്. ഒരു ഭൂപട നിർമ്മാണ ശാസ്ത്രത്തിന്റെ കാർട്ടോഗ്രഫിയുടെ ചരിത്രമാണ്. അപ്പൊ ഇത് പെട്ടെന്ന് ഒരു പോയിന്റിൽ തുടങ്ങുകയോ അങ്ങനെയൊന്നുമല്ല. ഇത് ഒരു തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിലുള്ളത്. അപ്പൊ അതിൽ ഞാൻ ഇന്നത്തെ ഈ പ്രഭാഷണം 3 ഭാഗങ്ങളായിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഈ ഒരു രംഗം, ഭൂമിശാസ്ത്ര ഒരു ജ്ഞാന മേഖല എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം. രണ്ടാമത്തേത് ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഈ ഭൂപട നിർമ്മാണ പ്രവർത്തനങ്ങൾ. മൂന്നാമത്തേത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഈ ഒരു ശാസ്ത്ര മേഖല എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ഭാഗം. അതിൽ ആദ്യത്തെയും അവസാനത്തെയും ഭാഗം വളരെ ചുരുക്കിയാണ് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഒരു ഹിസ്റ്ററി തന്നെയാണ്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കുകയാണ്, പ്രസന്റേഷനിലേക്ക്. അപ്പോൾ ഈ ഏതൊരു ഒരു ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അതിന്
ലിറ്റററി ആയിട്ടുള്ള ലിറ്ററേച്ചറിലുള്ള തെളിവുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ആർക്കിയോളജിക്കലായിട്ട് വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളും ഉണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ ഈ ഭൂമിശാസ്ത്രത്തെ കുറിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് ഭൂമിശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലുള്ള ഒരു സാഹിത്യ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് പരാമർശങ്ങളുണ്ട് ഭൂമിശാസ്ത്രത്തെ കുറിച്ച്. അതായത് ഇപ്പോ നമ്മളെല്ലാം വേദത്തിൽ നിന്നാണല്ലോ തുടങ്ങുക. അപ്പൊ അഥർവ വേദത്തിലുള്ള ഒരു ഭാഗമാണ് പൃഥ്വിസൂക്തം. അതൊരു 64 ശ്ലോകങ്ങളിലായിട്ട് ഭൂമിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഇവിടെയുള്ള സസ്യജാലങ്ങൾ, ജന്തുജാലങ്ങൾ, അത് മനുഷ്യൻ എന്ത് ഉപയോഗം ചെയ്യുന്നു, ഇവിടുത്തെ സമ്പൽ സമൃദ്ധി, ഫലഭൂയിഷ്ഠത, അതൊക്കെ പറഞ്ഞിട്ട് ഭൂമിയെ നമ്മൾ പൂജിക്കണം. ഭൂമിയെ ഒരു വളരെ റെവറൻസോടുകൂടി കാണുന്ന ഒരു ഭാഗമാണ് ഈ പൃഥ്വിസൂക്തം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാം, ഈ ഭാഗവതത്തിലുണ്ട് ഭൂഗുണിതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം തന്നെയുണ്ട്. അതില് ഈ ഭൂമിയെ കുറിച്ചിട്ട് ഇവിടെയുള്ള ഭൂഖണ്ഡങ്ങൾ, ദ്വീപുകൾ, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, ഇതിനെ കുറിച്ചിട്ടൊക്കെയുള്ള പരാമർശങ്ങളുണ്ട്. നമുക്കറിയാം രാമായണത്തിൽ അതുപോലെ അതൊരു അയനം, ഒരു യാത്രയും കൂടി ആയതുകൊണ്ട് ഇന്ത്യയുടെ ഒരുപാട് ഭാഗങ്ങൾ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ആകർഷണീയമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ സീതയെ വീണ്ടെടുത്ത് ശ്രീലങ്കയിൽ നിന്ന് അയോധ്യയിലേക്ക് തിരിച്ച് രാമൻ വരുമ്പോൾ ഒരു ഏരിയൽ വ്യൂ, ശരിക്കും ഒരു വിമാനത്തിൽ നിന്ന് കാണുന്ന പോലത്തെ ഒരു വ്യൂ ആയിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. അതിപ്പോ അതിന്റെ അർത്ഥം അതൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷെ അത് എല്ലാം പറയാനുള്ള സമയം ഇവിടെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. അതുപോലെ തന്നെ ഹനുമാൻ ഈ ത്രികൂട പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ശ്രീലങ്ക കാണുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. ഇതൊക്കെ തന്നെയും ഭൂമിശാസ്ത്രപരമായിട്ട് നമുക്ക് കാണാവുന്ന പരാമർശങ്ങളാണ്. അതുപോലെ സംഘസാഹിത്യം BC അവസാന നൂറ്റാണ്ടുകളിൽ തുടങ്ങി AD ആദ്യ നൂറ്റാണ്ടുകൾ വരെ ഒരു വാമൊഴിയായിട്ടും പിന്നീട് വരമൊഴിയായിട്ടും വന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ സംഘ സാഹിത്യത്തിലുണ്ട്. അകനാനൂറ്, പുറനാനൂറ്, ഇതിലൊക്കെ തന്നെയും ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു സെറ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. അതായത് നമുക്കറിയാം 5 തിണകളുണ്ട് അതിൽ: കുറിഞ്ചി, മുല്ല, മരുതം, പാലൈ, നെയ്തൽ. ഇതൊക്കെ ഓരോ ഭൂമിശാസ്ത്ര ഭാഗങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ നെയ്തൽ എന്ന് പറഞ്ഞാൽ കടലോരമാണ്, പാലൈ എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ്, അതുപോലെ കുറിഞ്ചി വയലുകള്, പർവ്വതങ്ങൾ, മറ്റേ മരുതം പർവ്വതം, അങ്ങനെ അതിനെ ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഈ തിണകൾ. അപ്പൊ ഈ കഥാസന്ദർഭവും അതിലുള്ള വൈകാരിക അനുഭവങ്ങളും ഒക്കെ അതിനൊരു സെറ്റിംഗ് ആയിട്ടാണ് ഈ തിണകൾ വരിക. ഇപ്പൊ ഒരു പിരിഞ്ഞു പോകുന്ന ഒരു രംഗമാണെങ്കിൽ അതിൽ നെയ്തൽ വരും, അല്ലെങ്കിൽ പാലൈ ഇത് വരും. സന്തോഷമായിട്ടിരിക്കുമ്പോൾ കുറിഞ്ചി അല്ലെങ്കിൽ മുല്ല അത് വരും. അങ്ങനെയൊക്കെയുള്ള ഒരു ഭൂമിശാസ്ത്രം വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് സംഘസാഹിത്യത്തിൽ കാണാൻ പറ്റും. മറ്റൊന്ന് കാളിദാസ കൃതികളാണ്. രഘുവംശം, ശാകുന്തളം, എല്ലാത്തിലും തന്നെ ഉജ്ജയിനിയും അതുപോലെ രാംനഗരം, ഈ ഹിമാലയത്തിന്റെ പ്രാന്തപ്രദേശങ്ങളുടെ ഒക്കെ വിശദമായിട്ടുള്ള ആകാശക്കാഴ്ചകൾ തന്നെ കാളിദാസിന്റെ കൃതികളിൽ നമുക്ക് കാണാം. ഇനി അതുപോലെ തന്നെ ഈ ആർക്കിയോളജിക്കൽ തെളിവുകൾ ഞാൻ പറഞ്ഞ സിന്ധു നദി തട അവശിഷ്ടങ്ങളിൽ നിന്ന് ഒരു കുഞ്ഞു ഉപകരണം കണ്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു സർവേക്ക് ഉപയോഗിക്കുന്ന മെഷറിംഗ് പോലത്തെ ഒരു സാധനം കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ മധ്യപ്രദേശിലെ ജോറ കുന്നുകളിൽ ഒരു കോസ്മോഗ്രാഫിന്റെ ഒരു ക്രൂഡായിട്ടുള്ള ഒരു പടം, കൊത്തിവെച്ച ഒരു പടം, കല്ലിൽ കൊത്തിവെച്ച ഒരു പടം ഉണ്ട്. ഈ വിവരങ്ങൾ കിട്ടുന്നത് സൂസൻ ഗോലെ എന്ന് പറഞ്ഞിട്ടുള്ള അവര് ഇന്ത്യൻ മാപ്സ് ആൻഡ് പ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പൊ അതില് അവര് ഇന്ത്യൻ മാപ്പുകളുടെ ഉത്ഭവം, പ്രാചീന മാപ്പുകളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതില് 10 തരം മാപ്പുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പറയുന്ന അർത്ഥത്തിലല്ല, പക്ഷെ പലതരം, ടൗൺ പ്ലാനിങ്ങിന്, ജലസേചനത്തിന്, അതുപോലെ ഈ ഇതുമായിട്ട് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ യജ്ഞചിതി, ഗരുഡന്റെ ആകൃതിയിലുള്ള പ്ലാനുകൾ, അല്ലെങ്കിൽ അമ്പലങ്ങളുടെ, ക്ഷേത്രങ്ങളുടെ പ്ലാനുകൾ, യുദ്ധത്തിന്റെ ഈ കൊട്ടാരങ്ങളുടെയും കോട്ടകളുടെയും ഒക്കെ പ്ലാനുകൾ, ഇങ്ങനെയുള്ള പ്രാചീനമായിട്ടുള്ള പല ചിത്രങ്ങളും അവര് മാപ്പിന്റെ ഗണത്തിലാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ 10 തരം മാപ്പുകൾ അവര് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്ത്യയിലത്തെ ഒരു ഭൂമിശാസ്ത്ര ജ്ഞാന മേഖല നിലനിന്നിരുന്നത്. പിന്നെ മറ്റ് രാജ്യക്കാര്, ഇപ്പോ ഈവൻ BC-യിൽ തന്നെ മറ്റ് രാജ്യക്കാര് വ്യാപാരത്തിന് വേണ്ടി, വാണിജ്യത്തിന് വേണ്ടി ഇവിടെ വന്നിരുന്നു എന്നുള്ളത് നമുക്ക് ഒരുപാട് തെളിവുകളുണ്ട്. പട്ടണം ഉൾപ്പെടെയുള്ള തെളിവുകളുണ്ട്.
അപ്പൊ ഇവര് ഒരുപാട് എന്താ പറയാ മാപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ പോലെ ലാറ്റ് ലോങ് ഒന്നും ഇല്ലെങ്കിലും വളരെ ക്രൂഡായിട്ടുള്ള മാപ്പുകൾ അവരും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളുടെ ഒരു ഹിസ്റ്ററി പറയുന്ന പുസ്തകമാണ് ഭൗമജാപം. അപ്പൊ ഇത് അത്തരം ഒരു മാപ്പാണ്, പ്യൂട്ടിങ്ങർ മാപ്പ്. ഇതില് 11 മൃഗത്തോൽ കഷ്ണങ്ങളാണ് ഉള്ളത്, 7 മീറ്റർ നീളമുള്ള. ഇതില് 555 നഗരങ്ങളും 3500 സ്ഥലനാമങ്ങളും ഉണ്ട്. അതില് പശ്ചിമഘട്ടം, ആനകൾ പിറക്കുന്ന സ്ഥലം എന്നാണ് കാണിച്ചിട്ടുള്ളത്. അതേപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗം, കൊള്ളക്കാരുടെ സങ്കേതം എന്നാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പരാമർശങ്ങളൊക്കെ സംഘസാഹിത്യത്തിലും വരുന്നുണ്ട്. അപ്പോൾ സാഹിത്യവും അതുപോലെ ഇത്തരം തെളിവുകളും കോറിലേറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതും കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇത് ഞാൻ സൂചകങ്ങളായിട്ട് മാത്രമാണ് ഈ മാപ്പുകൾ. ഇതിന്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് മാപ്പുകൾ പല രാജ്യക്കാരും ഉണ്ടാക്കുന്നുണ്ട്. ചില മാപ്പുകൾ ഇവിടെ കാണിക്കുന്നതേ ഉള്ളൂ. ഇത് കുറെ പേർക്കൊക്കെ അറിയുണ്ടാവും, വാണിജ്യ കരാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാപ്പാണ്. അതിന്റെ മോഡേണൈസ്ഡ് മാപ്പാണ് ഇത്. ഒറിജിനൽ മാപ്പ് ഇങ്ങനെ ആയിരിക്കില്ല, പക്ഷെ അത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു മാപ്പ് ആക്കിയിരിക്കുകയാണ്. അതിൽ നമ്മുടെ കേരളത്തിലുള്ള ഈ പഴയ ബാരസ്റ്റ്, ഇൻഡീസ്, മുസിരീസ്, നെൽസിൻഡ പോർട്ടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കൊല്ലം, കൊയിലാണ്ടി, കൊടുങ്ങല്ലൂർ ആണെന്നാണ് ഈ ചരിത്രകാരന്മാരുടെ ഒരു നിഗമനം. അപ്പൊ ഇത്തരം മാപ്പുകളായിരുന്നു നമുക്ക് പണ്ടുണ്ടായിരുന്നത്. ഇത് കൂടാതെ ഡച്ച്, ഫ്രഞ്ച്, പോർച്ചുഗീസ്, അറബ് ഇവരൊക്കെ തന്നെയും കടൽ യാത്ര വഴി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇവരൊക്കെ ഉണ്ടാക്കിയ മാപ്പുകളുണ്ട്. അതുപോലെ ഫാഹിയാൻ, ഹ്യുയാൻസാൻ പോലത്തെ യാത്രികരുടെ ഈ സഞ്ചാര സാഹിത്യത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയായിരുന്നു പണ്ട് ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്ര മേഖല. ഇപ്പോ നമ്മൾ ആധുനിക മാപ്പുകളിലേക്ക് കടക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ സ്കൂളിൽ ജോഗ്രഫിയിൽ പഠിക്കുന്നതാണ്. ഫിസിക്കൽ മാപ്പ്, അങ്ങനത്തെ പൊളിറ്റിക്കൽ മാപ്പ് എന്നൊക്കെയുള്ള ആധുനിക മാപ്പുകൾ ഇതാണ്. അപ്പൊ ഇതിന്റെ നിർമ്മിതിയാണ് നമ്മൾ ഇനി ഈ മാപ്പിങ്ങിന്റെ പ്രധാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിലേക്ക് നയിച്ചതാണ് ഈ ഗ്രേറ്റ് ട്രിഗണോമെട്രിക്കൽ സർവേ. ഈ ഗ്രേറ്റ് ട്രിഗണോമെട്രിക്കൽ സർവേ തുടങ്ങുന്ന കാര്യം പറയുമ്പോൾ നമുക്ക് പഴയ ഒരു ചരിത്ര സംഭവത്തിലേക്ക് പോകാനുണ്ട്. അതായത് 1799 ഏപ്രിൽ 4 മൈസൂർ പ്രവിശ്യയിൽ കൂടി ബ്രിട്ടീഷുകാരുടെ 33-ാം റെജിമെന്റ് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ക്യാമ്പിലേക്ക്, അന്നത്തെ ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് രാത്രി ക്യാമ്പിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജനറൽ ബേർഡ് ആണ് അവർ നയിക്കുന്നത്. അതിലുള്ള ഒരു പട്ടാളക്കാരൻ പറയും, ജനറൽ, വി ആർ നോട്ട് മൂവിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ എന്ന് പറയും. പക്ഷെ ജനറൽ അത് മൈൻഡ് ചെയ്യില്ല. ദേ മൂവ് ഫോർവേഡ്. ദേ എൻഡഡ് അപ്പ് ഇൻ ടിപ്പൂസ് ക്യാമ്പ്. അവരുടെ ഭാഗ്യത്തിന് അവർക്ക് ആക്രമണങ്ങളൊന്നും നേരിടേണ്ടി വന്നില്ല. അവർ തിരിച്ചു നടക്കുമ്പോൾ കഥ ഇങ്ങനെയാണ്, ഈ റെക്കോർഡുകളിൽ ഉള്ളതാണ്. ജനറൽ ബേർഡ് പോക്കറ്റിൽ നിന്ന് ഈ കോമ്പസ് എടുത്ത് മിന്നാമിന്നുങ്ങളുടെ വെളിച്ചത്തിൽ നോക്കിയിട്ട് പറയും, ഓ, സ്റ്റാർസ് വെർ റൈറ്റ് എന്ന് പറയും. അപ്പൊ ഇത് തന്നെ ഒരു മാസം കഴിയുമ്പോൾ ഒരുപക്ഷെ ടിപ്പുവും വിചാരിച്ചിട്ടുണ്ടാവും. കാരണം ഇത് കഴിഞ്ഞ കൃത്യം ഒരു മാസം കഴിഞ്ഞ് മെയ് 4 ഈ ശ്രീരംഗപട്ടണം കോട്ട ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് ഇവർ ഈ നഗരം വളഞ്ഞു എന്ന് അറിയുമ്പോൾ ടിപ്പുവിന് ജ്യോത്സ്യത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു പോലും. ജ്യോത്സ്യന്മാരെ വിളിച്ച് ചോദിക്കുകയാണ്, ഏതുവരെ എന്റെ ഭരണം ഉണ്ടാവും, എപ്പോഴാണ്, എന്താണ് ഇതിന്റെ ഒരു ഭാവി എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, മെയ് 4 രാശി മാറും, അതുവരെ ഉള്ളൂ ഭരണം എന്ന് പറയും. ആ മെയ് 4 തന്നെയാണ് ശ്രീരംഗപട്ടണം കോട്ട വളഞ്ഞ് ടിപ്പു കൊല്ലപ്പെടുന്നതാണോ ആത്മഹത്യ എന്നാണോ എന്നുള്ള കോൺട്രവേഴ്സി ഒക്കെ ഉണ്ട്. എനിവേ, ടിപ്പു മരിച്ചു. ഈ മൈസൂർ പ്രവിശ്യ ബ്രിട്ടീഷുകാര് വാടയാർ ഏറ്റെടുക്കുകയും വാടയാർ ഗവൺമെന്റിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന മെയ് 4 അപ്പൊ ഈ ഒരു ചരിത്ര സംഭവത്തിന് ഇന്ത്യൻ ഭൂപട നിർമ്മാണവുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ, ഈ ഒരു സംഭവം ഇതിലത്തെ ഒരു മൈൽ സ്റ്റോൺ ഇവന്റ് ആണ്, ഒരു നാഴികക്കൽ സംഭവമാണ്. കാരണം ഈ ടിപ്പുവിന്റെ മരണം കഴിഞ്ഞ് മൈസൂർ ഭരണം ഏറ്റെടുത്തോടുകൂടി ഇവർ ഒരു വിശകലനം ചെയ്യുകയാണ് മൈസൂർ അവരുടെ അന്ന് വരെയുള്ള യുദ്ധങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ ഈ 4ാമത്തെ മൈസൂർ യുദ്ധത്തിലാണ് ഇപ്പോൾ അവർ ജയിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 2 ഹൈദരാലിയുടെ കൂടെ തോറ്റു, 3ാമത്തെ ഒരു സന്ധിയിൽ ഏർപ്പെട്ടു, 4ാമത്തെയാണ് ജയിക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ യുദ്ധം തോറ്റത് എന്നുള്ള ഒരു സംശയം വരുമ്പോൾ അവര് മെക്കൻസിയും ഈ ലാംപ്ടൺ, ഇതാണ് ഈ വില്യം ലാംപ്ടൺ ആണ് ഈ ഒരു വിശകലനം മെക്കൻസിയുടെ കൂടെ ചെയ്യുന്നത്. ഈ
ആളൊരു പട്ടാളക്കാരനാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം വലിയൊരു ഗണിതം, അതുപോലെ അസ്ട്രോണമി, ജിയോഡസി ഇതെല്ലാം അറിയുന്ന ഒരു വിദഗ്ധനുമാണ് ലാംപ്ടൺ. ലാംപ്ടൺ ആണ് ശ്രീരംഗപട്ടണം കോട്ടയുടെ ഇടത് ഭാഗത്തുകൂടിയുള്ള അറ്റാക്കിനെ ഹെഡ് ചെയ്തത് ലാംപ്ടൺ ആണ്. ആ യുദ്ധം കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ ആലോചിക്കുമ്പോൾ ഈ ജോഗ്രഫിക്കൽ വിവരങ്ങൾ കിട്ടണം. അപ്പൊ ലാംപ്ടൺ ഒരു പ്രപ്പോസൽ വെക്കും, ഈ ഗ്രേറ്റ് ട്രിഗണോമെട്രിക്കൽ സർവേക്കുള്ള പ്രപ്പോസൽ വെക്കും. അവരുടെ രാജ്യം മുഴുവനും ഇങ്ങനെ ത്രികോണമിതി വഴി, ട്രയാങ്കുലേഷൻ വഴി അളക്കാനുള്ള ഒരു വലിയ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യും. 1799 1800-കളിലൊക്കെയാണ് ഇത് തുടങ്ങുക. അപ്പൊ വരുന്നവരെയുള്ള ഒരു 5-6 മാസം അന്നത്തെ കാലത്ത് കപ്പൽ ഇതിൽ ഒരു സന്ദേശം പോയി പെർമിഷൻ കിട്ടാനും, അതുപോലെ ഇൻസ്ട്രുമെന്റ് തിയോഡലൈറ്റ് ഓർഡർ ചെയ്ത് അത് കിട്ടാനും ഒക്കെ ഉള്ള സമയത്തിൽ ഒരു റെക്കഗ്നൈസൻസ് സർവേ ചെയ്യും. അത് കഴിഞ്ഞ് ഇത് തുടങ്ങും, ഈ ഗ്രേറ്റ് ട്രിഗണോമെട്രിക്കൽ സർവേ തുടങ്ങും. അതിന് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവര് ബേസിക്കലി ലാംപ്ടൺ ഒക്കെ ഭരണത്തിന്റെ കൂടെ ആണെങ്കിലും അവർക്ക് ഈ സയൻസ് എന്താ പറയാ സയന്റിഫിക് അന്വേഷകരായിരുന്നു അവര്, ശാസ്ത്ര അന്വേഷകരായിരുന്നു. അതുകൊണ്ട് സയന്റിഫിക് ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെയായിരുന്നു. ഈ ഭൂമിയുടെ ആകൃതിയും വർത്തുളതയും കണ്ടുപിടിക്കുക, ഷേപ്പ് ആൻഡ് എലിപ്റ്റിസിറ്റി ഓഫ് എർത്ത്. ഇത് ഈ ലോകം മുഴുവനും അന്ന് ഉണ്ടായിരുന്ന വലിയൊരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി എങ്ങനെ ഇരിക്കും, അതിന്റെ എത്ര സൈസ് ഉണ്ട്, എത്ര ഷേപ്പ് ഉണ്ട് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതായിരുന്നു ഈ GTSന്റെ വലിയൊരു ലക്ഷ്യം. അതുപോലെ ഇന്ത്യ എന്നുള്ള ഈ ഒരു രാജ്യത്തെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഓരോ പോയിന്റിന്റെയും മാർക്ക് ചെയ്യാൻ, ഇതൊരു UID പോലെയാണ്, മനുഷ്യർക്ക് ഉള്ള യുണീക്ക് UID പോലെ ഈ ഭൂമിയിലുള്ള ഓരോ പോയിന്റിന്റെയും UID ആണ് ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും. അതുപോലെ ഈ ലാൻഡ് മുഴുവനും ട്രയാങ്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അതുപോലെ പെർമനന്റ് ബെഞ്ച് മാർക്സ് എന്ന് പറയുമ്പോൾ ഈ MSLൽ നിന്ന്, മീൻ സീ ലെവലിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് ഓരോ പോയിന്റ്, നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കണ്ടിട്ടുണ്ടാവും 1.5 എബോവ് MSL എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാർക്കുകൾ കണ്ടിട്ടുണ്ടാവും. അത് ഒക്കെ ഈ ബെഞ്ച് മാർക്കുകളൊക്കെ സ്ഥാപിക്കുന്നത് ഈ GTSന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഈ ട്രയാങ്കുലേഷൻ പറയുമ്പോൾ അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടിയുണ്ട്. ഇതില് വളരെ സെറൻഡിപിറ്റി കൊണ്ട് മാത്രം, അതായത് ആകസ്മികമായിട്ട് കണ്ടെത്തിയ ഒരു കാര്യം, ഈ ന്യൂട്ടന്റെ തിയറം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഭൂമിയുടെ സാന്ദ്രത എല്ലായിടത്തും ഒരുപോലെയാണ് എന്നുള്ള ഒരു അസംഷനിലാണ്. പക്ഷേ അത് ശരിയല്ല എന്നുള്ളത് ഈ GTS വഴിയാണ് അറിയുന്നത്. കാരണം ഇന്ത്യൻ ലാൻഡിൽ ചെയ്യുമ്പോൾ പല സ്ഥലത്തും ഈ ഒരു കോമ്പസ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഡീവിയേഷൻ, അതിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ടുള്ള എറർ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവർ കണ്ടുപിടിക്കുന്നത് ഈ ഭൂമിയുടെ അടിയിലുള്ള സാന്ദ്രത, പലപ്പോഴും സമുദ്രത്തിന്റെ അടിയിലൊക്കെ വലിയ വലിയ പർവ്വതങ്ങളുണ്ട്, അതുകൊണ്ടുള്ള അട്രാക്ഷനും കാര്യങ്ങളും കാരണം അവരുടെ റീഡിങ്സ് തെറ്റിപ്പോകുന്നുണ്ട്. അങ്ങനെയാണ് ഈ ന്യൂട്ടൺസ് തിയറത്തിന്റെ അസംഷൻസ് തെറ്റുകളുണ്ട് എന്നുള്ളത് അവർ കണ്ടുപിടിക്കുന്നത്. ഇനി ഈ ഭരിക്കുന്നവർക്ക്, അതായത് ഭരിക്കുന്നവർ പറഞ്ഞാൽ ഭരണകൂടം എന്നോ ഗവൺമെന്റ് എന്നോ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അന്ന് ഇതൊക്കെ തുടങ്ങി വെക്കുന്നത്. അപ്പൊ അധികാരികൾക്ക് ഇതിന്റെ ഉദ്ദേശം ഇൻവേഷൻ ആണ്, അതായത് അധിനിവേശമാണ് അവരുടെ. അപ്പോ ഈ അവർക്ക് വാൻറ്റേജ് പോയിന്റ്സ്, ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അതുപോലെ അതിർത്തികളും മാർക്ക് ചെയ്യണം. അതുപോലെ ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യണം, കാടിലുള്ള, അതുപോലെ പുഴയിലുള്ള മീനുകൾ, കാടിലുള്ള ഫ്ലോറ ഫോണ, സമുദ്രത്തിലുള്ള വിഭവങ്ങൾ, ഇതെല്ലാം അവർക്ക് ചൂഷണം ചെയ്യണം. അതായിരുന്നു ഈ അധികാരികളുടെ ഒരു ലക്ഷ്യം. അവർക്ക് അതുപോലെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാനും കൂടിയിട്ടാണ് ഈ ഒരു സർവേ അവർ ഉപയോഗിച്ചത്. അതുപോലെ നാവിഗേഷന് വേണ്ടിയിട്ട്, നാവിഗേഷൻ നമുക്കറിയാം അന്നത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഈ ഇന്ത്യൻ മഹാസമുദ്രം ബ്രിട്ടീഷ് ലേക്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്, കാരണം അത്രയധികം ബ്രിട്ടീഷ് കപ്പലുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അവർക്ക് ഈ ലാറ്റിറ്റ്യൂഡ് എളുപ്പമായിരുന്നു, സൂര്യനെയോ പോളാർ സ്റ്റാറിനെയോ നോക്കി നിർണ്ണയിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ലോഞ്ചിറ്റ്യൂഡ് വലിയൊരു പ്രോബ്ലം ആയിരുന്നു. ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് പ്രോബ്ലം എന്നൊരു പ്രോബ്ലം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ലോഞ്ചിറ്റ്യൂഡ് ബില്ല് പാസ്സാക്കുന്നുണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ. ഈ ലോഞ്ചിറ്റ്യൂഡ് ഈ കപ്പലിൽ പോകുമ്പോൾ ലോഞ്ചിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഉതകുന്ന എന്തെങ്കിലും ഉണ്ടാക്കുന്നവർക്ക് വലിയ സമ്മാനങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെയാണ് അങ്ങനത്തെ ക്ലോക്കുകളൊക്കെ വരുന്നത്, ഈ കപ്പലിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ക്രോണോമീറ്റേഴ്സ് ഒക്കെ വരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ നമ്മൾ ഈ നാവിഗേഷന്റെ കാര്യം പറയുമ്പോൾ ഈ ഏതെങ്കിലും ഒരു ലാൻഡിൽ എത്തിപ്പെട്ടവര് നമ്മുടെ ഹീറോസ് ആണ്. ഇപ്പോ മെഗല്ലൻ ആവട്ടെ, കൊളംബസ് അല്ലെങ്കിൽ വാസ്കോ ഡി ഗാമ, അവരൊക്കെ. പക്ഷേ
ഒരു ലാൻഡിൽ എത്താതെ പുറംകടലിൽ വഴിയറിയാതെ ഈ ഏതെങ്കിലും മഞ്ഞുകട്ടയിലൊക്കെ തട്ടി മരിക്കുക, അല്ലെങ്കിൽ പട്ടിണി കിടന്നോ പകർച്ചവ്യാധി വന്നോ കടലിൽ ഒടുങ്ങിപ്പോകുന്ന ഒരുപാട് ജീവനുകൾ അന്നുണ്ടായിരുന്നു. കാരണം അവർ സഞ്ചരിക്കുന്നത് മാപ്പ് വെച്ചിട്ടല്ല, മിത്തുകൾ വെച്ചിട്ടാണ്. ഒരു ഹിയർസേ, ഓരോ കെട്ടുകഥകളും ഒക്കെ കേട്ടിട്ടാണ് അവര് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു ഇതിന് സൊല്യൂഷൻ ഉണ്ടാവുന്നത് ക്രോണോമീറ്റേഴ്സിന്റെ കണ്ടുപിടുത്തവും അതൊക്കെ ആയിട്ടാണ്. അതുപോലെ ഈ സർവേ വഴി അവരെ ഏതൊക്കെ പോർട്ടില് ഈ അടുക്കാനാണ്, അതിന് റൂം വേണമല്ലോ, ഈ ഷിപ്പിനുള്ള റൂം ഫോർ ആങ്കറിങ്, അതൊക്കെ നോക്കിയിട്ട് അവര് ഈ സർവേ അതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ സർവേയുടെ വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ നടുക്ക് കാണുന്ന ഈ ഇതാണ് ഗ്രേറ്റ് ആർക്ക് എന്ന് പറയുന്നത്. ഈ ഗ്രേറ്റ് ആർക്കാണ് ഈ ഭൗമചാപം എന്നുള്ള ഈ പുസ്തകത്തിന്റെ പേര് വരാൻ കാരണം. ഈ ആർക്കിന്റെ ഇതൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്. അത് 8 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് മുതൽ 37 ഡിഗ്രി വരെ, അതായത് അത് കന്യാകുമാരി തൊട്ട് ഹിമാലയ വരെയുള്ള ഒരു ഡിസ്റ്റൻസ് ആണ്. 1800 മുതൽ 870 വരെ 70 കൊല്ലക്കാലാണ് ഇത് ചെയ്യുന്നത്. ഏകദേശം 78 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ കൂടെ പാസ് ചെയ്യുന്നു. 2400 കിലോമീറ്ററുള്ള ദൈർഘ്യമുള്ളതാണ് ഈ ഗ്രേറ്റ് ആർക്ക്. ഈ ഹിമാലയം കഴിഞ്ഞ് അത് പിന്നെ അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പുറത്തെ കാരക്കോരം റേഞ്ചസ് ഒക്കെ കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാൻ അങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ റഷ്യയുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്, ചൈനയുമായിട്ട് അത് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഗ്രേറ്റ് ആർക്ക് ഹിമാലയത്തിൽ അവസാനിക്കുന്നില്ല. പക്ഷെ ഹിമാലയം വരെയുള്ള ഈ ഒരു മെഷർമെന്റിനാണ് ഒരു 70 വർഷം എടുക്കുന്നത്. പിന്നെ ഇത് പ്ലാൻ ചെയ്തത് വലിയ ബഹുഭുജങ്ങളായിട്ടാണ്. 4 ബഹുഭുജങ്ങൾ: നോർത്ത് വെസ്റ്റേൺ ക്വാഡ്രിലാറ്ററൽ, സൗത്ത് ഈസ്റ്റേൺ ക്വാഡ്രിലാറ്ററൽ, നോർത്ത് ഈസ്റ്റേൺ ക്വാഡ്രിലാറ്ററൽ ആൻഡ് സദേൺ ട്രയാങ്കിൾ. പിന്നെ അതിന്റെ എക്സ്റ്റൻഷൻസ്, ആദ്യത്തെ 4 ബഹുഭുജങ്ങൾ ഇതാണ്. അതിന്റെ ഉള്ളിൽ വരുന്ന 34 സീരീസ് ആണ് ആദ്യം ചെയ്യുന്നത്. പിന്നീട് അതിന്റെ ഒക്കെ എക്സ്റ്റൻഷൻസ് വരുന്നുണ്ട്. ഇതാണ് സദേൺ ട്രയാങ്കിൾ, നമ്മുടെ സൗത്ത് ഇന്ത്യ വരുന്ന ഈ ട്രയാങ്കുലേഷൻ ഇതാണ്. അപ്പൊ ഈ ട്രയാങ്കുലേഷന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ ഒരു ബേസ് ലൈൻ നമ്മൾ ലാൻഡിൽ അളന്നു കഴിഞ്ഞാൽ രണ്ടറ്റത്തു നിന്നും ആംഗിൾ എടുത്താൽ 2 സൈഡ് കിട്ടും. പിന്നീട് അങ്ങനെ ആംഗിൾ എടുത്ത് നമുക്ക് നിലത്തിറങ്ങാതെ ഈ തിയോഡലൈറ്റിൽ കൂടിയുള്ള ഒബ്സർവേഷൻ വഴി മാത്രം നമുക്ക് ഇത് കംപ്ലീറ്റ് അളന്നു പോകാം. പിന്നെ ഇടയ്ക്ക് ഒരു ചെക്കിന് വേണ്ടിയിട്ട് അവർ ഓരോ ബേസ് ലൈൻ അളക്കും. അങ്ങനെ ലാംപ്ടൺ ഈ സൗത്ത് കന്യാകുമാരി തൊട്ട് കൃഷ്ണ നദി വരെയുള്ള 10 ബേസ് ലൈനും അതിന്റെ ട്രയാങ്കുലേഷനാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് കൃഷ്ണ നദി താണ്ടി ഹിമാലയം വരെ ചെയ്യുന്നത് എവറസ്റ്റ് ആണ്, ജോർജ് എവറസ്റ്റ്. ഇതാണ് മധ്യഭാഗം ഈ ട്രയാങ്കുലേഷന്റെ. അതുപോലെ ഇത് ഹിമാലയത്തിലേക്ക് ഈ ഭാഗമൊക്കെ ചെയ്യുന്ന എവറസ്റ്റ് ആണ്. ഇതിന്റെ ഒരു ഹിമാലയം ഭാഗം എത്തുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഈ ബേസ് ലൈനും ആംഗിളും അങ്ങനെ അല്ല അത് ചെയ്യുന്നത്. റേ ട്രേസിംഗ് എന്നുള്ള ഒരു മെത്തേഡ് ആവിഷ്കരിക്കും എവറസ്റ്റ്. 2 സ്ഥലത്തു നിന്ന് ഒരു പീക്കിലേക്കുള്ള ഒബ്സർവേഷൻ എടുത്ത്, കാരണം അവിടെ വളരെ ഡിഫിക്കൽട്ട് ടെറൈൻ ആയതുകൊണ്ട് സാധാരണഗതിയിലുള്ള സർവേ ഈ നിലത്ത് കൂടിയുള്ള മെഷർമെന്റ് ഒന്നും പറ്റില്ല. അതുകൊണ്ട് ഓൺലി ഈ പീക്കുകൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള അത് ഈ ഇതിൽ കാണാം. റേ ട്രേസിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് എവറസ്റ്റ് അത് ചെയ്യുന്നത്. ഇതാണ് ജോർജ് എവറസ്റ്റ്. നമ്മൾ കുട്ടിക്കാലത്തെ എവറസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊടുമുടി എന്ന് പഠിക്കും. പക്ഷെ അത് ചെയ്ത ഒരു കഠിനാധ്വാനിയായ സ്ഥിരോത്സാഹിയായ വലിയൊരു ശാസ്ത്രജ്ഞൻ. ഇദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു ബേസിക്കലി. പക്ഷെ വളരെ എന്താ പറയാ ജിജ്ഞാസയുള്ള ശാസ്ത്രാന്വേഷകനും കൂടി ആയിരുന്നു. അപ്പൊ ഇദ്ദേഹം കഴിഞ്ഞു വന്ന ആൻഡ്രൂ വോ ആണ് ഈ കൊടുമുടിക്ക് ഇങ്ങനെ അദ്ദേഹം 1843 ഇന്ത്യ വിടും. 1870കളിലൊക്കെയാണ് എവറസ്റ്റ് എന്നുള്ള പേരൊക്കെ അവര് റോയൽ സൊസൈറ്റിയിലൊക്കെ അനുവാദമൊക്കെ വാങ്ങിയിട്ട് അവരിടുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ കംപ്ലീറ്റഡ് ഗ്രിഡ്, പല സീരീസും. അതുപോലെ ഈ ഗ്രിഡ് വെച്ചിട്ടാണ് നമ്മൾ ഒരു മാപ്പ് നമുക്ക് വേണമെങ്കിൽ ഈ ഗ്രിഡിന്റെ നമ്പർ വെച്ചിട്ടാണ് നമ്മളത് പറയേണ്ടത്. ഈ സർവേ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നമുക്ക് അപേക്ഷിച്ചാൽ കിട്ടും ഏത് ഭാഗത്തിന്റെ ഗ്രിഡാണ് എന്നുള്ളത് അറിയണം. ഇപ്പൊ നമ്മുടെ ഈ GPIN എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനത്തിൽ ഇതുപോലത്തെ ഗ്രിഡുകൾ നമ്മൾ കാണുകയുണ്ടായി. ഇനി ഈ സർവേക്ക് വേണ്ടി അവർ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഈ ഇൻഫ്രാസ്ട്രക്ചർ, വാന നിരീക്ഷണ കേന്ദ്രം ആദ്യമായിട്ട് ഉണ്ടാക്കിയ മദ്രാസിലാണ്. അത് കഴിഞ്ഞ് താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി ഓരോ സ്ഥലത്തും സർവേ ചെയ്യുമ്പോൾ അവർ അവിടെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മുടെ ജയ്സിംഗ് രാജാവ് ഉണ്ടാക്കിയ 5 ഒബ്സർവേറ്ററീസ് ഉണ്ട്. ജന്തർ മന്ദർ, അതുപോലെ ഉജ്ജയിൻ, അവിടെയുള്ള പഴയ ആ ഒബ്സർവേറ്ററി ഒക്കെ അവിടുത്തെ വലിയ വലിയ ഹ്യൂജ് സാധനങ്ങളാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ജന്തർ മന്ദർ കണ്ടവര്. ആ സാധനം ഉപയോഗിച്ചിട്ട് അവര് അളക്കുന്നുണ്ട്, അതിനെ റിഫൈൻ ചെയ്യുന്നുണ്ട്.
ഇന്ത്യൻ ആ ഒരു എന്താ പറയാ അറിവുകളെ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെ സർവേ സ്കൂൾ അവർ മദ്രാസിൽ സ്ഥാപിക്കുന്നുണ്ട്. അവിടെ കണക്ക്, അതുപോലെ പ്ലെയിൻ ടേബിൾ സർവേ, കുറച്ച് അസ്ട്രോണമി, ഇതൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഈ കുട്ടികൾ എന്ന് പറഞ്ഞാല് യൂറോപ്യന്മാർക്ക് ഇന്ത്യൻ സ്ത്രീകളിൽ ഉണ്ടായ ഹാഫ് യൂറോപ്യൻസ് എന്നുള്ള ഒരു ഹാഫ് ഇംഗ്ലീഷ് എന്നാണ് അവർ പലയിടത്തും പറയുന്നത്. അങ്ങനത്തെ കുട്ടികളെയാണ് ഈ സ്കൂളിൽ ചേർത്ത് അവർ സർവേക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അവര് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടാങ്ക്സ് ഉണ്ട്, ഈ PWDന്റെ പ്രാരംഭ രൂപം, അതിലോ അല്ലെങ്കിൽ GTSലോ ഒക്കെ ഈ കുട്ടികളെ ഉപയോഗിക്കും. അതുപോലെ മാഗ്നറ്റിക് ഒബ്സർവേറ്ററീസ്, നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഈ എർത്തിന്റെ മാഗ്നറ്റിസം, എർത്ത് ബേസിക്കലി ഒരു മാഗ്നറ്റ് ആണല്ലോ, അപ്പൊ അതിന്റെ ഒരു ആകർഷണവും കാര്യങ്ങളും എങ്ങനെയാണ് ഈ ഇതിനെ ബാധിക്കുന്നത്, റീഡിങ്സിനെ ബാധിക്കുന്നത് നമ്മൾ കണ്ടു. ആ ഒരു ഫാക്ടറും കൂടെ എടുത്തിട്ട് വേണമായിരുന്നു അവർക്ക് ഇതിന്റെയൊക്കെ ഇക്വേഷൻസ് ഉണ്ടാക്കാൻ. അതുപോലെ ടൈഡൽ ഒബ്സർവേറ്ററീസ്, ഈ ഇത് ബെഞ്ച് മാർക്സ്, ആൾട്ടിറ്റ്യൂഡിന്റെ ബെഞ്ച് മാർക്സ് സ്ഥാപിക്കാനുള്ള ടൈഡൽ ഒബ്സർവേറ്ററീസ്. പഴയ കാലത്ത് ഈ ഇന്ത്യയിലത്തെ പല കടലുകളുടെയും പല സമുദ്രങ്ങളുടെയും 19 വർഷത്തെ റീഡിംഗ് എടുത്ത് അതിന്റെ ആവറേജ് വെച്ചിട്ടൊക്കെയാണ് ഈ MSL അവര് ഫിക്സ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ അതൊക്കെ ഒരുപാട് മോഡേണൈസ് ചെയ്തു. വലിയൊരു ലെവൽ നെറ്റ്വർക്ക് നമ്മുടെ കൺട്രിയിൽ അവര് സർവേ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1800ന്റെ പകുതികളോടുകൂടി ഇലക്ട്രിക്കൽ ടെലഗ്രാഫ് വരുന്നുണ്ട്. അവർ ലണ്ടനിൽ നിന്ന് ഒരു ലൈൻ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ മദ്രാസ് ഒബ്സർവേറ്ററിന്റെ ലോഞ്ചിറ്റ്യൂഡ് വിത്ത് റെസ്പെക്ട് ടു ഗ്രീനിച്ച് ഒക്കെ അവർ നിർണ്ണയിക്കുന്നുണ്ട്. പിന്നെ ലൈറ്റ് സിഗ്നൽസ്, ഇതേപോലെ ഈ സർവേ അവർക്ക് ആദ്യം കാലത്ത് പകല് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഇരുട്ടായി കഴിഞ്ഞാൽ പറ്റില്ല. അപ്പൊ അതിന് പഴയ ഒരു ഈ നമ്മുടെ മൺചട്ടികളിൽ ഓട്ടയുണ്ടാക്കി ഉള്ളിൽ വിളക്ക് വെച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു സാങ്കേതിക വിദ്യ അവര് ഉണ്ടാക്കിയെടുക്കും. അണഞ്ഞു പോകാത്ത കെമിക്കലൊക്കെ വെച്ചിട്ടുള്ള ഒരു മിശ്രിതമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു ലൈറ്റ്, ആ ഓട്ടയിൽ കൂടെ ലൈറ്റ് കാണും ഇങ്ങനെ. അത് കഴിഞ്ഞ് എവറസ്റ്റ് കുറെ മോഡേണൈസേഷൻ കൊണ്ടുവരുന്നുണ്ട്. ഹീലിയോട്രോപ്പ് എന്നുള്ള പകലില് നമ്മൾ ഈ പണ്ട് ലെൻസൊക്കെ വെച്ച് കുട്ടികൾ കളിക്കില്ലേ, ഇങ്ങനെ സൂര്യപ്രകാശം തട്ടുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്ത് വേറെ സ്ഥലത്ത് വരുന്ന പോലെ ഉള്ള സാധനമാണ് ഹീലിയോട്രോപ്പ്. അതുപോലെ രാത്രി ഉപയോഗിക്കാൻ ബ്ലൂ ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ലൈറ്റും കൂടി ഉണ്ടാക്കും. അതോടുകൂടി രാത്രിയും പകലും ഒക്കെ സർവേ ചെയ്യാം എന്ന് വന്നു, അതിന്റെ എഫിഷ്യൻസി കൂടി. പിന്നെ വാച്ച് ടവേഴ്സ്, അപ്പൊ ഈ സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് കുന്നുകളുണ്ട്. അപ്പൊ മൈസൂർ ആവട്ടെ, കേരള ആവട്ടെ, അപ്പൊ കുന്നുകൾ ഉള്ളതുകൊണ്ട് അവർക്ക് ദൃശ്യത, വിസിബിലിറ്റി ഒരു പ്രശ്നമല്ല. അതിന്റെ മേലെ എന്നിട്ട് ഒരുപാട് സ്ഥലം കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ടുവേഴ്സ് പ്ലെയിൻസ്, ഇപ്പൊ സുന്ദർബൻസ് പോലത്തെ യമുന, ഗംഗ, അതിന്റെയൊക്കെ തടങ്ങളിൽ പോകുമ്പോൾ അവർക്ക് 20-30 മീറ്ററിലൊക്കെ വാച്ച് ടവേഴ്സ് വേണ്ടി വന്നു. അടുത്തത് സ്റ്റേഷൻ മാർക്സ് ആൻഡ് പ്ലാറ്റ്ഫോംസ്. ഒരു സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത ഒരു എന്താ പറയാ, അത് പെർമനന്റ് ആയിട്ട് അവർക്ക് അത് അവിടെ വേണം. വേറൊരു കറക്ഷൻ വരികയാണെങ്കിലോ അതിൽ നിന്ന് വേറൊരു ഭാഗം സർവേ ചെയ്യണമെങ്കിലോ ഒക്കെ വേണ്ടിയിട്ട് അവരത് വളരെ കല്ലൊക്കെ വെച്ച് സുർക്കിയൊക്കെ ഇട്ട്, അന്നത്തെ കാലത്ത് സുർക്കിയൊക്കെ ഇട്ട് പ്ലാറ്റ്ഫോം ആക്കി വെക്കും. അങ്ങനത്തെ ഒരു സ്റ്റേഷൻ മാർക്കാണ്. ഇതിപ്പോ ഈയിടെ എൻ്റെ ഒരു ഫ്രണ്ട് മനോജ് പക്ഷി നിരീക്ഷണത്തിന് പോയപ്പോൾ കാസർഗോഡ് നിന്ന് അയച്ചു തന്നതാണ് ഈ ഒരു GTSന്റെ ഒരു സ്റ്റേഷൻ മാർക്ക്. ഇത് ലാംപ്ടന്റെ ഹാൻഡ് റൈറ്റിംഗിലുള്ള ലെവൽ എൻട്രി ആണ്. ഇത് ഡെറാഡൂണിലുള്ള സർവേ ഓഫ് ഇന്ത്യ മ്യൂസിയത്തിലാണ് ഉള്ളത്. അത് ഞാനൊരു കൗതുകത്തിന്റെ പേരിൽ ഇത് ഫോട്ടോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ റിസൾട്ടുകൾ ഇങ്ങനെയൊക്കെയാണ്. ഇത് 1872 റിസൾട്ടാണ്. 1940s ആവുമ്പോൾ അതിനെ ഇത് ചെയ്ത് കൂടുതൽ കറക്ഷൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഈ വാല്യൂസ് കിട്ടുന്നുണ്ട്. അതായത് ഈ ഫോർട്ട് സെന്റ് ജോർജ് ചർച്ച് മദ്രാസിലുള്ള, പിന്നെ മദ്രാസ് ഒബ്സർവേറ്ററിന്റെ വാല്യൂസ്, ഫോർട്ട് വില്യം കൽക്കട്ടയിലുള്ള അതിന്റെ വാല്യൂസ്, ബോംബെ ചർച്ച്, അവിടെയൊക്കെയുള്ള ഈ വാല്യൂസ് ആണ് ഇതിൽ, ലോഞ്ചിറ്റ്യൂഡ് വാല്യൂസ് ആണ് ഇതിൽ കാണുന്നത്. അതുപോലെ എർത്തിന്റെ ഡൈമെൻഷൻസ് അന്നത്തെ 1830കളിൽ എവറസ്റ്റിന്റെ കമ്പ്യൂട്ടേഷൻസ് ആണ്. ഈ ഇക്വറ്റോറിയൽ സെമി ഡയമീറ്റർ, സെമി പോളാർ ആക്സിസ്, അതുപോലെ എലിപ്റ്റിസിറ്റി, വർത്തുളത എന്താണെന്നുള്ളത്. കൃത്യമായിട്ടുള്ള ഗോളമല്ല എർത്ത്, ഓരോ ഡയറക്ഷനിൽ ഓരോ എലിപ്റ്റിസിറ്റി ആണ് എർത്തിന് എന്നുള്ളത് ഇതിൽ നോക്കിയാൽ കാണാം. അപ്പൊ ഈ വാല്യൂസ് 1830 ഇത് ഓരോ പ്രാവശ്യവും ഇതിനെ റിഫൈൻ ചെയ്ത് ഇത് ഒരു പോയിന്റ് ഓഫ് ടൈമിലുള്ള ഒരു വാല്യൂ ആണെന്നേ ഉള്ളൂ. പിന്നെ നമുക്കറിയാം ഇപ്പൊ ഈ വാല്യൂ ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ കാലത്തെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഇത്.
ഇനി മാപ്പുകളുടെ കാര്യം വരുമ്പോൾ ഈ ഫീൽഡ് ഡാറ്റ ഒക്കെ ഈ സർവേ വഴി കളക്ട് ചെയ്ത് മാപ്പിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്തൊക്കെ ഘടകങ്ങളാണ് ഉള്ളതെന്ന് വെച്ചാൽ സ്കെയില് നമുക്കറിയാം. നമുക്കൊരു 100 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അത് 1 സെന്റിമീറ്ററോ 2 സെന്റിമീറ്ററിലോ നമുക്ക് മാപ്പിൽ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഫുൾ അതേ 100 കിലോമീറ്റർ വരെ വരുന്ന മാപ്പ് ബോർഹസിന്റെ ഒരു കഥയിലേ ഉള്ളൂ. ആക്ച്വലി നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സ്കെയിൽ ആവശ്യമുണ്ട്. ഡാറ്റം നേരത്തെ പറഞ്ഞ പോലെ MSL വെച്ചിട്ടുള്ള ഡാറ്റം ഉണ്ട്. പ്രൊജക്ഷൻ ടെക്നിക്സ്, അതായത് ഒരു 3D എൻറ്റൈറ്റിനെ നമ്മൾ 2Dയിലേക്ക് ആക്കുമ്പോൾ പ്രൊജക്ഷൻ ടെക്നിക്സ് ആവശ്യമുണ്ട്. അതിന്റെ ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഓർത്തോഗ്രഫി എന്ന് പറയുന്നത് മാപ്പുകളിലുള്ള സിമ്പിളുകൾ, അതുപോലെ പലതരം വരകൾ, കുത്തുകുത്തായിട്ടുള്ള വര ഇന്നതിനെ റെയിൽവേ ലൈനിനെ സൂചിപ്പിക്കുന്നു, കട്ടിയുള്ള വര ഇന്നത്, കനം കുറഞ്ഞ വര ഇന്നത്, അങ്ങനെയൊക്കെയുള്ള. പിന്നെ എൻഗ്രേവിങ്, അത് ഈ മാപ്പ് ഉണ്ടാക്കിയിട്ട് അതിന്റെ കോപ്പി എടുക്കാൻ ഉള്ള ടെക്നിക്സ് ആണ് ഇതെല്ലാം. എൻഗ്രേവിങ്, ലിത്തോഗ്രാഫി പറഞ്ഞാൽ കല്ലിന്റെ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അത് പിന്നെ മോഡേണൈസ് ചെയ്ത് ഫോട്ടോസിങ്കോഗ്രാഫി വരുന്നുണ്ട്. കുറേ കാലം ഈ മാപ്പുകളുടെ മാനുസ്ക്രിപ്റ്റ് ലണ്ടനിലേക്ക് കൊടുത്തയച്ച് അത് അവിടെ നിന്ന് പ്രിന്റ് ചെയ്ത് വരികയായിരുന്നു. പിന്നീട് ഇവിടെ തന്നെ അവർ ഈ പ്രിന്റിംഗ് ടെക്നോളജി ഒക്കെ കൊണ്ടുവന്ന് പ്രസ്സൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബേസിക്സ്, മാപ്പിന്റെ ലാറ്റ്ലോങ് നമുക്കറിയാം. ലാറ്റ്ലോങ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അക്ഷാംശരേഖാംശങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ സ്കെയില് നേരത്തെ പറഞ്ഞു. ഡാറ്റം, നമ്മുടെ ഇപ്പോഴത്തെ മാപ്പുകളിൽ ഉപയോഗിക്കുന്ന ഡാറ്റം WGS 84 എവറസ്റ്റോ ആണ്. ഇപ്പോഴുള്ള മാപ്പുകൾ ഒട്ടുമിക്കതും തന്നെ ഈ വേൾഡ് ജിയോഡറ്റിക് സിസ്റ്റം 84 വർക്ക് ചെയ്യുന്നത്. അതുപോലെ പ്രൊജക്ഷൻ സിസ്റ്റംസ് കാണിക്കാം. ഇത് ലാറ്റ്ലോങ്ങിന്റെ നമുക്കറിയാം. ഗ്രീനിച്ച്, വിത്ത് റെസ്പെക്ട് ടു ഗ്രീനിച്ച് ആണ് ലാറ്റ്ലോങ് നമ്മൾ അളക്കുന്നത്. ഈ ഒരു ഇതൊക്കെ വന്നത്, ഗ്രീനിച്ച് സെലക്ട് ചെയ്യുന്ന ഇതൊക്കെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും ശാസ്ത്രജ്ഞരുടെ പ്രതിനിധികൾ ഇരുന്ന് 1911 തൊട്ട് ഒരുപാട് ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഗ്രീനിച്ച് അംഗീകരിക്കുന്നതും പ്രൈം മെറിഡിയൻ ആയിട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് വർക്കുകൾ അതിന്റെ ഉള്ളിൽ കൂടെ നടക്കുന്നുണ്ട്. ഇത് ഗ്രീനിച്ച് ഞാൻ ലണ്ടനിൽ 2023 പോയപ്പോൾ ഗ്രീനിച്ച് ലൈനിൽ നോക്കിയതാണ്. ഒരു ബ്രാസ് സ്കെയിൽ അവിടെ ഉണ്ട്. ഈ 2 വശത്തും ഓരോ കൺട്രികളുടെയും അക്ഷാംശം അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, രേഖാംശം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇത് പലതരം മാപ്പുകൾക്ക് പലതരം സ്കെയിലുകളാണ്. ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് അത് എന്താണെന്ന് ഞാൻ പറയാം, അത് വരുന്നുണ്ട്. തീമാറ്റിക് മാപ്സ്, റെയിൻഫോൾ, അതുപോലെ സോയിൽ ടൈപ്പ്, അതൊക്കെ കാണിക്കുന്നതിന് 1 in 5 lakh അത്രയും വലിയ സ്കെയിലാണ്. കഡസ്ട്രൽ മാപ്പ്, റവന്യൂ മാപ്പ് നമുക്കറിയാം 1 in 4,000 to 10,000 ആണ് കഡസ്ട്രൽ മാപ്പിന്റെ ഒരു സൈസ് എന്ന് പറയുന്നത്. ഇതാണ് പ്രൊജക്ഷൻ ടെക്നിക്സ് ഞാൻ പറഞ്ഞത്. അസിമുത്തൽ, അതുപോലെ കോണിക്കൽ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ. നമുക്കറിയാം ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യാറുണ്ട്. ഒരു സിലിണ്ടറിനെ വിരിക്കുമ്പോൾ നമുക്കൊരു റെക്ടാങ്കിൾ കിട്ടും. ആ രീതിയിൽ മാപ്പ് തയ്യാറാക്കുന്നതാണ് ഈ സിലിണ്ടറിക്കൽ. അതുപോലെ കോണിക്കലായിട്ട് നമ്മൾ നിവർത്തുമ്പോൾ കിട്ടുന്ന മാപ്പ്. അപ്പോൾ ഇതിലൊക്കെ തന്നെയും ഏതെങ്കിലും ഒന്ന് നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇത് സൈസ് ഓർ ഷേപ്പ് നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അത്തരം പ്രൊജക്ഷൻ ടെക്നിക്സ് ആണ് ഇതിലുള്ളത്. ഇനി മാപ്പുകൾ, ഇന്ത്യയിലെ മാപ്പുകളുടെ ഒക്കെ അതോറിറ്റി സർവേ ഓഫ് ഇന്ത്യ ആണ്. ഈ 3 മാപ്പുകളാണ് പ്രധാനമായിട്ടുള്ളത്: GTS, ടോപ്പോഷീറ്റ് ആൻഡ് റവന്യൂ. ഓപ്പൺ സീരീസ് മാപ്സ് ഇറക്കുന്നുണ്ട്. 2 തരം മാപ്പുകളാണ് പ്രധാനമായിട്ട് സർവേ ഓഫ് ഇന്ത്യ ഇറക്കുന്നത്. ഓപ്പൺ സീരീസ് മാപ്സിൽ പലതരം, നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ, പൊളിറ്റിക്കൽ, അതുപോലെ തീമാറ്റിക് മാപ്പ്, റോഡ് മാപ്പ്, ഇന്ത്യയുടെ റെയിൽവേ മാപ്പ്, അതുപോലെ വേൾഡ് മാപ്പ്, സ്റ്റേറ്റ് മാപ്പ്, ഇങ്ങനത്തെ മാപ്പുകളൊക്കെ ഇതെല്ലാം ഓപ്പൺ സീരീസ് മാപ്സ് ഉണ്ട്. അതുപോലെ ഡിഫൻസ് സീരീസ് മാപ്സ് ഉണ്ട്. അത് സിവിൽ ആൻഡ് മിലിറ്ററി വൾണറബിൾ ഏരിയാസ്, അത് നമുക്ക് പബ്ലിക്കിന് ആക്സസിബിൾ അല്ല. പബ്ലിക്കിന് OSM മാത്രമേ കിട്ടുള്ളൂ. ഇനി അതർ സർവേസ്, സർവേ ഓഫ് ഇന്ത്യ 1767 ഫോം ചെയ്തു. 250 വർഷം കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ആണത്. അവര് 250-ാം വർഷം ഇപ്പോൾ 2017 ആഘോഷിച്ചു. അതുപോലെ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടാങ്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് പബ്ലിക് വർക്ക്സ്, ഫസ്റ്റ് PWD ആണ് 1795. അതുപോലെ ഇറിഗേഷൻ സർവേ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ ചെയ്യുന്നത് ഗോദാവരി റിവറിന്റെ ദുഗുദ് എന്ന് പറഞ്ഞിട്ടുള്ള സർവേയർ ആണ് 1775 ചെയ്യുന്നത്. ഇത് ബ്രിട്ടീഷുകാരുടെ ഫസ്റ്റ് ആണ്, നമ്മുടെ ഫസ്റ്റ് അല്ല. കാരണം നമുക്ക് സെക്കൻഡ് സെഞ്ചുറി മുതൽ അവിടെ കരികാല ചോളന്റെ വലിയ കല്ലണയുണ്ട് നമ്മുടെ ട്രിച്ചിയില്, നമ്മുടെ എവിടെയാ, തഞ്ചാവൂരിന്റെ അടുത്ത്. ആ കല്ലണ, കാവേരിയിലുള്ള കല്ലണ എന്ന് പറയുന്നത് സർവേ എന്തെങ്കിലും ആ കാലത്തെ സർവേ ചെയ്തിട്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. കാരണം അത്രയും ഹ്യൂജ് ആയിട്ടുള്ള സ്ട്രക്ചറാണത്. ഞാൻ കഴിഞ്ഞ മാസം കൂടി അത് പോയി കണ്ടിരുന്നു. ഇപ്പോഴും ഫങ്ഷണൽ ആയിട്ടുള്ള
12,000 വർഷം ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ കല്ലണ. അതുപോലെ ലെവലിംഗ് സർവേ ഉണ്ടാവുന്നത് ഓരോ സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ പകർച്ചവ്യാധികൾ. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ വലിയൊരു ലെവലിംഗ് സർവേക്ക് പ്ലാൻ ചെയ്യുന്നത് പഞ്ചാബിൽ കോളറ കാരണം വലിയൊരു കോളറ പടർന്നു പിടിച്ചപ്പോൾ അതിന് കാരണം അവിടെ ഒരു ഭാഗത്തുള്ള വാട്ടർ സ്റ്റാഗ്നേഷൻ ആണെന്നും അത് ഒഴിവാക്കാൻ വേണ്ടി ലെവലിംഗ് സർവേ നടത്തേണ്ടതുണ്ടെന്നും മനസ്സിലാക്കിയിട്ട് അങ്ങനെ ലെവലിംഗ് സർവേ ചെയ്തിട്ട് ഡ്രെയിനേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ലെവലിംഗ് സർവേ ചെയ്യുന്നത്. അതുപോലെ റൂട്ട് സർവേ മിലിറ്ററി പർപ്പസിന്. അപ്പൊ ഈ ബ്രിട്ടീഷ് പട്ടാളം ഇന്ത്യയുടെ എന്താ പറയാ തെക്ക് വടക്ക് അതുപോലെ കിഴക്ക് പടിഞ്ഞാറ് ഫുള്ള് അവർ നടന്ന് ദിവസം 20-30 മൈൽ നടന്നിട്ടാണ് അവർ ഓരോ ഡിസ്റ്റൻസും കവർ ചെയ്തിരുന്നത്. അപ്പോൾ അവര് ഈ ഡിസ്റ്റൻസ് എടുക്കുക, നമ്മൾ പണ്ടത്തെ കുട്ടികൾ ഈ സൈക്കിൾ ചക്രം ഇങ്ങനെ ഓടിക്കില്ലേ, അതുപോലെ ഒരു സാധനം ഉണ്ട് പെരാമ്പുലേറ്റർ എന്ന് പറഞ്ഞിട്ട്, അതില് ഇങ്ങനെ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ ഉരുട്ടി പോകുമ്പോൾ ഒരു റൊട്ടേഷൻ ഇത്ര ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിലാണ് ഈ ഡിസ്റ്റൻസ് അവർ അളന്നിരുന്നത്. അതുപോലെ ചെറിയൊരു കോമ്പസ് വെച്ചിട്ട് ആംഗിളുകളും അളന്നിരുന്നു. അങ്ങനെയാണ് റൂട്ട് സർവീസ് ചെയ്തിരുന്നത്. ഇതാണ് ടോപ്പോ ഷീറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നതാണ് ഈ ടോപ്പോ ഷീറ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോ കോഴിക്കോട് ചാലിയാർ റിവറിന്റെ ഒരു ഭാഗമാണ്, കോഴിക്കോട് ഭാഗമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ടോപ്പോ ഷീറ്റ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ചെക്ക് ഡാം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നത്തെ കാലത്ത് ഇന്നും അതെ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ സംബന്ധിച്ചിടത്തോളം ഈ GTS മാപ്പ് എന്ന് പറയുന്നത് ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ നമ്മുടെ ഹയസ്റ്റ് ഓഫീസിലേക്ക് എഴുതി, ചീഫ് എഞ്ചിനീയർക്ക് എഴുതി 1-2 മാസം വെയിറ്റ് ചെയ്തിട്ട് അത് കിട്ടി. ഞാനത് തുറന്നു നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായി. പിന്നെ അതുകൊണ്ട് സൈറ്റിൽ പോയപ്പോൾ സൈറ്റിലുള്ളത് മാപ്പിലുണ്ടെന്നാ പറയാം, പക്ഷെ ഞാൻ മാപ്പാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഈ മാപ്പിൽ കാണുന്ന ഞാനൊരു കുറ്റ്യാടി ഭാഗത്തുള്ള ഒരു പുഴയിൽ ആണ് ചെക്ക് ഡാം ഡിസൈൻ ചെയ്യുന്നത്. ആ പുഴയുടെ വളവും തിരിവും ഓരോ ഹൈറ്റും എല്ലാം തന്നെ ഈ സൈറ്റിലുള്ളതെല്ലാം തന്നെ ഈ മാപ്പിലുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുന്നു ഈ മാപ്പ് ആരായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക ഇത്രയും പ്രിസിഷനോട് കൂടി എന്നുള്ള ഒരു ജിജ്ഞാസയുടെ ഒരു മൊമെന്റ് ആയിരുന്നു അത്. പിന്നെ ഈ റവന്യൂ സർവേ തുടങ്ങാൻ വേറെ ചില കാരണങ്ങളുണ്ട്. ബംഗാളിലാണ് ആദ്യമായിട്ട് അവർക്ക് ലാൻഡ് കിട്ടുക. അപ്പൊ അതിനു മുമ്പ് ബംഗാൾ തുറന്നു കിട്ടുന്നത് ഫ്രീ ട്രേഡ് വഴി. അത് ഈ ജഹനാര, ഷാജഹാന്റെ പുത്രി ജഹനാര, അവര് ഓഫീസ് കാര്യങ്ങളും ഇടപെട്ടിരുന്ന ഒരു രാജകുമാരിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഓഫീസ് കാര്യങ്ങൾ കഴിഞ്ഞ് ഈ കൊട്ടാരത്തിന്റെ ഇടനാഴികളിൽ കൂടി ഒരു അന്തഃപുരത്തിലേക്ക് വരുമ്പോൾ ഈ ഇടനാഴികളിലുള്ള എണ്ണവിളക്കുകളിൽ നിന്ന് അവരുടെ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയ വസ്ത്രങ്ങളിലേക്ക് തീ പിടിക്കുകയും ആ വല്ലാതെ പൊള്ളലേൽക്കുകയും, അപ്പോൾ അത് ചികിത്സിക്കാൻ വേണ്ടി ഷാജഹാൻ എല്ലാ ഡോക്ടേഴ്സിനെയും മെസ്സേജ് അയക്കും. അങ്ങനെ ഒരു ബ്രിട്ടീഷ് ഡോക്ടർ ബൗട്ടനാണ് അത് കുറച്ചെങ്കിലും ഭേദമാക്കുക. പൂർണ്ണമായിട്ടും ഭേദമാവുന്നില്ല, പക്ഷെ ജീവൻ രക്ഷിക്കും. അപ്പൊ അതിനുള്ള പ്രത്യുപകാരമായിട്ട് എന്താ വേണ്ടത് ചോദിക്കുമ്പോൾ അദ്ദേഹം ഡിഡ്ന്റ് ആസ്ക് ഫോർ എ പേഴ്സണൽ ഫേവർ, ഒരു ഫ്രീ ട്രേഡ് കമ്പനിക്ക്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിൽ ഫ്രീ ട്രേഡിനുള്ള അനുവാദം തരണം എന്ന് പറയും. അങ്ങനെയാണ്. അതിന് മുമ്പ് അവർക്ക് സൂറത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഇത് എന്താ പറയാ വാണിജ്യ ഒരു സെന്റർ. ഇപ്പൊ ബംഗാളിലും കൂടി അവർ ട്രേഡ് തുടങ്ങും. അതേപോലത്തെ ഒരു സിമിലർ ഒരു ഇൻസിഡന്റിലാണ് അവർക്ക് ലാൻഡ് കിട്ടുന്നത്. ഫറൂഖ് ഷീർ എന്ന ഒരു രാജാവ് ഡോക്ടർ ഹാമിൽട്ടന് 38 വില്ലേജ്, 24 പർഗാനാസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രവിശ്യയുണ്ട് ബംഗാളിൽ, അതിൽ നിന്ന് 38 വില്ലേജ് സമ്മാനിക്കും. അപ്പോൾ അത് സർവേ ചെയ്യാനാണ് അവർ ആദ്യമായിട്ട് ഈ റവന്യൂ സർവേ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് 1757 പ്ലാസി വാർ കഴിയുമ്പോൾ വേറെ കുറെ സാധനങ്ങളും കൂടി ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേറെ കുറെ ലാൻഡും കൂടി ബംഗാളിൽ കിട്ടും. അങ്ങനെയാണ് റവന്യൂ ഇങ്ങനത്തെ സർവേ നമ്മുടെയൊക്കെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പറമ്പിന്റെ സർവേ നമ്പർ 250/2 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു റവന്യൂ സർവേയുടെ പാർസൽ മാപ്പാണത്. ഇത് അതുപോലെ ജോൺ സ്നോ എന്ന് പറയുന്ന ആള് ലണ്ടനിൽ ഈ കോളറ ഔട്ട് ബ്രേക്ക് വന്നപ്പോൾ പമ്പുകൾ ഏത് പമ്പിലുള്ള വെള്ളമാണ് കണ്ടാമിനേറ്റഡ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു മാപ്പ് ഉണ്ടാക്കും. അപ്പൊ അതിൽ ഏറ്റവും അധികം രോഗികളുടെ കോൺസെൻട്രേഷൻ വരുന്ന പമ്പാണ് പ്രശ്നം എന്നുള്ളത് അതുവഴി കണ്ടുപിടിക്കും. ഒരു മാപ്പിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അത്രയുള്ളൂ. ഇനി GTSന്റെ ഒരു ടെംപ്ലേറ്റ്, ഒരു സ്റ്റാൻഡേർഡ് ഒരു മാൻ പവർ ആൻഡ് അനിമൽ പവർ ഇതായിരുന്നു. അതായത് സർവേയർ ജനറൽ 1, ജമേദാർ 1, ഹവിൽദാർ 1, നായിക്മാര് 2, സിപ്പായിമാര് 10, ബർക്കണ്ടാസ് 12, ഡോക്ടേഴ്സ്, ടിൻഡാൾസ്, ഖലാസീസ് 350. ഈ ഖലാസീസ് പലരും നമ്മുടെ ബേപ്പൂരിന്ന് പോയിരുന്നവരാണ്. ഈ ബർക്കണ്ടാസ്, ടിൻഡാൾസ് എന്നൊക്കെ പറയുന്നത് ഈ ഉത്തരേന്ത്യൻ നാമങ്ങളാണ്. നമ്മൾ ഈ മേസ്ത്രി എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള നാമങ്ങളാണ്. ബർക്കണ്ടാസ് അധികവും സന്ദേശവാഹകരായിരുന്നു, ഇങ്ങനെ ഓടി നടക്കാനുള്ള അങ്ങനെയുള്ള ഒരു
ആൾക്കാരായിരുന്നു. അതുപോലെ ഈ കൂലിപ്പണിയൊക്കെ ചെയ്യുന്ന ടിൻഡാൾസ്, സെർവൻസ് 100 പേര്, എലിഫൻസ് 6, ക്യാമൽസ് 115, ഹോസസ് 50, ബുൾസ് 100, കൗസ് 100, ഡ്രമ്മേഴ്സ് 25. അപ്പോൾ ഇത്രയും ആൾക്കാരെയും കൊണ്ടാണ് ഇത്. എവറസ്റ്റിന്റെ ഒരു സർവേ ഗ്രൂപ്പാണ് കല്യാൺപൂരിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ഒരു ഈ GTSന്റെ അവസാന ഒരു സീരീസ് ചെയ്യുമ്പോഴുള്ള ഒരു മാൻ പവറാണ് ഇതിന്റെ പല കോമ്പിനേഷനിലാണ്. ചെറിയ സർവേക്ക് ഇത്ര ഉണ്ടാവില്ല, വേറെ ചില സർവേക്ക് ഇതിലധികം ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പിനേഷനിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇതിൽ വന്നിരുന്ന ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അവർക്ക് ഉണ്ടായിരുന്ന പകർച്ചവ്യാധികൾ. നമുക്കറിയാം അന്നത്തെ കാലത്ത് ആന്റിബയോട്ടിക്കുകളില്ല. പിന്നെ 100 വർഷം കഴിഞ്ഞ് 1800കളുടെ അവസാനമൊക്കെയാണ് നമ്മുടെ റൊണാൾഡ് റോസ് അല്ലെ, ഹൈദരാബാദ് വനങ്ങളിൽ വെച്ചിട്ട് ഈ കൊതുകിൽ നിന്നാണ് മലേറിയ ഉണ്ടാവുന്നതെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ഇവര് ജംഗിൾ ഫീവർ എന്നാണ് മലേറിയ വിളിച്ചിരുന്നത്. അപ്പോൾ ഈ കാട്ടിലേക്ക് പോകുമ്പോഴാണ് വരുന്നത്, കാരണം കാട്ടിൽ നിന്നാണ് കൊതുക് അടിക്കുന്നത്. പക്ഷെ കൊതുകാണ് ഇതിന്റെ സ്രോതസ് എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ഇത്തരം അസുഖങ്ങളൊക്കെ വന്ന് ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. പ്ലസ് വൈൽഡ് ആനിമൽസിന്റെ, അതുപോലെ വിഷജന്തുക്കളുടെ കടിയേറ്റിട്ട് ക്ഷീണം കാരണം, ഹങ്കർ, പട്ടിണി കിടന്നിട്ടും, ഈ കാലാവസ്ഥ, പ്രതികൂല കാലാവസ്ഥ കാരണവും വല്ലാത്തൊരു ടെറൈനുകളും അതിൽ കൂടെയുള്ള യാത്രകളും ഒക്കെ ആയിട്ട് ഒരുപാട് അന്നത്തെ യുദ്ധങ്ങളിൽ മരിച്ചിരുന്നവരിലധികം തൊഴിലാളികൾ ഈ സർവേയിൽ മരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഈ പുസ്തകം ഞാൻ സമർപ്പിച്ചത്. അറിയാതെ പോയ ജീവിതങ്ങളാണ് അതൊക്കെ. അതുപോലെ മാനസിക രോഗങ്ങൾ, പലപ്പോഴും പലർക്കും ഈ പർവ്വതങ്ങളുടെ മുകളിലൊക്കെ ഈ ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി രാത്രികളൊക്കെ തനിയെ ഒരുപാട് നേരം ഇരിക്കേണ്ടി വരും. അതായത് വിചാരിച്ച സമയത്ത് ഈ നക്ഷത്രമോ പ്ലാനറ്റോ ഒന്നും കാണില്ലല്ലോ. അപ്പോൾ അത് കാണുന്നവരേക്കും അവിടെ ഒറ്റയ്ക്ക് കാത്തിരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടുണ്ടാവുന്ന മാനസിക വിഭ്രാന്തികൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ അൺനോൺ വേരിയബിൾസ്, നേരത്തെ പറഞ്ഞു മാഗ്നറ്റിസം ഇതിനെ ബാധിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് വേരിയബിൾസിനുള്ള എറർ ഫാക്ടർ ഇതിൽ അപ്ലൈ ചെയ്യണം. അപ്പൊ ഈ ഇക്വേഷൻ ഭയങ്കര കോംപ്ലക്സ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻസ് ആണ് അവർക്ക് ചെയ്യേണ്ടി വരുന്നത്. അതിൻ്റെ ഒരു സാമ്പിൾ ഞാൻ കാണിക്കാം. അതുപോലെ ഈ ഫീൽഡിൽ നിന്ന് കളക്ട് ചെയ്ത ഡാറ്റ ഒരു 2D മാപ്പിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പണി ഈ ഡ്രാഫ്റ്റ്സ്മാൻമാർ എടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ മാപ്പുകളുടെ ഒരു അർത്ഥവത്തായ ഒരു മാപ്പ്, സ്കെയിലും അതിലുള്ള ഡീറ്റെയിലിങ്ങും ഒക്കെ കൂടി ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള പണി. അതുപോലെ അന്നത്തെ കാലത്ത് ഫോട്ടോസ്റ്റാറ്റോ കോപ്പിയിങ് സംവിധാനം ഇല്ലല്ലോ. മനുഷ്യർ തന്നെ എഴുതി വരച്ച് ഉണ്ടാക്കണം. അങ്ങനെ മിനിമം ഒരു 9 കോപ്പി അവർക്ക് ഓഫീസിൽ വെക്കാനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇവിടെയുള്ള അധികാരികൾക്ക് ലണ്ടനിലേക്ക് അയക്കാൻ ഒക്കെ ആയിട്ടുള്ള കോപ്പികൾ, റൈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഹ്യൂമൻ കമ്പ്യൂട്ടേഴ്സ്, അന്ന് ഈ കമ്പ്യൂട്ടർ പോയിട്ട് കാൽക്കുലേറ്റർ പോലും ഇല്ല. അപ്പോൾ മനുഷ്യർ തന്നെയാണ് ഈ കാൽക്കുലേഷൻ വർക്ക് ചെയ്തിരുന്നത് അന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴാണ് ഈ വിസ്മയത്തിന്റെ കാര്യം ഒരുപക്ഷെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും വിസ്മയം. കാരണം ഓരോ മാപ്പും നമ്മൾ തുറക്കുമ്പോൾ ഇത്രയധികം എന്താ പറയാ, ഓരോ തൊഴിലാളികളുടെയും വിയർപ്പും അധ്വാനവും പലപ്പോഴും കണ്ണീരും ചോരയും വരെ ചൊരിഞ്ഞിട്ടുള്ളതാണ് ഈ ഓരോ മാപ്പും. അതുകൊണ്ട് അത് തുറക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആദരവോടുകൂടി വേണം അത് തുറക്കാൻ. അപ്പൊ ഇത്രയും വലിയ ഒരു സയന്റിഫിക് ഇവന്റ് ആണ്, ഒരു എൻഡിവർ ആണ് 200 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നടന്നത്. ഈ ഒരു ഇതാണ് തിയോഡലൈറ്റ്. ഇതിന് ഒരു 600 കിലോ ഒക്കെ ഉണ്ട്. തിയോഡലൈറ്റ് പൊക്കിയിട്ട് വേണം പോവാൻ. 12 പേര് വേണം ഇതിന്. ഇത് ചെയ്തിട്ട് ഓരോ കഷ്ണാക്കിയിട്ട് അസംബിൾ ചെയ്യുക. സ്റ്റിൽ ഇത് ക്യാരി ചെയ്യാൻ 12 പേര് വേണ്ടിയിരുന്നു. ഇത് കൊണ്ടാണ് അവർ ഈ പർവ്വത പ്രദേശങ്ങളിലൊക്കെ പോയിരുന്നത്. ഇത് ഡെറാഡൂണിലുള്ള സർവേ ഓഫ് ഇന്ത്യ മ്യൂസിയത്തിൽ ഉണ്ട്. ഇത് അരുൺകുമാർ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ലൈബ്രറിയൻ എന്നെ ഈ ഡാറ്റ കളക്ഷൻ ഒരുപാട് സഹായിച്ച ആളാണ്. പിന്നെ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഇതുകൊണ്ട് ഉണ്ടായിരുന്ന ഈ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ടെറൈനിന്റെ കുഴപ്പം, മാഗ്നറ്റിക് ഫീൽഡ്, അതുപോലെ ഹെട്രോജനസ് എർത്ത്, സെലസ്റ്റിയൽ ആയിട്ട് നമ്മളൊരു ഒബ്സർവേഷൻ ചെയ്യുമ്പോൾ പാരലാക്സ്, റിഫ്രാക്ഷൻ. അപ്പൊ ഇത് ഓരോ ഫാക്ടറും വരുമ്പോൾ ഈ ഇക്വേഷന്റെ അൺനോൺ വേരിയബിൾ കൂടി വരികയാണ്, അതിന്റെ എറർ ഫാക്ടേഴ്സ് കൂടി വരികയാണ്. അതുപോലെ ഇൻസ്ട്രുമെന്റ് എറേഴ്സ്, നമുക്കറിയാം ഒരു ചെറിയ ഇൻസ്ട്രുമെന്റ് പ്രവർത്തിപ്പിക്കാൻ ഒരു സ്ക്രൂ ഇളകിപ്പോയാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ചെതല് വരാം, തുരുമ്പ് വരാം. അപ്പൊ ഇതിനൊക്കെ പ്രോട്ടോകോൾ ഉണ്ട്. ഈ ഇൻസ്ട്രുമെന്റ്സ് എങ്ങനെ ഉപയോഗിക്കണം, ആടിന്റെ നെയ്യ് കൊണ്ട് അതിനെ പെരട്ടണം, നീം ലീവ്സ് ഇട്ട് വെക്കണം എന്നൊക്കെയുള്ള ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് ഇത് വായിച്ചു പോകുമ്പോൾ കാണാം. അതുപോലെ ഒരിക്കൽ തഞ്ചാവൂർ ഗോപുരത്തിന്റെ മേലെ തിയോഡലൈറ്റ് കയറ്റുമ്പോൾ അത് കയറ് പൊട്ടിയിട്ട് താഴെ വീഴാണ്. അത് ലാംപ്ടൺ 6 ആഴ്ചക്കാലം ആ ഇൻസ്ട്രുമെന്റ് കൊണ്ടുപോയിട്ട് ഒരു തപസ് പോലെ ഒരു വർക്ക്ഷോപ്പിന്റെ ഉള്ളിലിരുന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്.
അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ ഉള്ളിൽ കൂടെ നടക്കുന്നു. നമുക്ക് എല്ലാം പറയാൻ സമയമില്ല, അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഇക്വേഷൻസ്, ഒരു കോംപ്ലക്സ് ഇക്വേഷൻ. ഇത്തരം ഇക്വേഷനുകളുടെ ഒരുപാട് ലൈബ്രറിയുടെ അലമാരകൾ നിറയ്ക്കാൻ മാത്രം ഇത്തരം ഇക്വേഷൻ പേപ്പേഴ്സ് ഈ GTS ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. ഇനി ഇത് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. എവറസ്റ്റിന്റെ ഡയറി എന്നുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ്. ഞാൻ ഇടതു തുട അനക്കാനാവാതെ കിടപ്പിലായി. ഇടുപ്പ് സന്ധിയിലെ നീർക്കെട്ട് കാരണം ജീവിതം മുഴുവനും മുടന്തനായി നടക്കേണ്ടി വരുമോ എന്ന് ഭയന്നു. ഇന്ത്യൻ സമ്പ്രദായത്തിൽ ചികിത്സ ചെയ്ത് യൂറോപ്യൻ ഡോക്ടർമാരെ പോലും അതിശയപ്പെടുത്തുമാറ് വളരെ വേഗം രോഗവിമുക്തി വരുത്തിയ എവറസ്റ്റ് ചികിത്സാരീതി വിവരിക്കുന്നു. 100 കണക്കിന് അട്ടകളെ കൊണ്ട് കടിപ്പിച്ച് 30-40 കപ്പ് രക്തം ഊറ്റിക്കളഞ്ഞ് കഞ്ഞിയും മനം പുരട്ടുന്ന കഷായങ്ങളും സേവിച്ചാണ് കാലിന്റെ നീരും വേദനയും ഭേദമാക്കിയത്. എന്നാൽ മലമ്പനി പിന്നെയും പിന്നെയും തിരിച്ചു വന്നു. വീണ്ടും ആയിരക്കണക്കിന് അട്ടകളെ വെച്ച് ചികിത്സിച്ചു. ഇതിങ്ങനെ ഒരുപാട് ഡയറി കുറിപ്പുകളുണ്ട് എവറസ്റ്റിന്റെ. ഇനി ഇതിലുള്ള ഇന്ത്യൻ ഹീറോസ്, അതായത് രാധാനാഥ് സിക്ദർ എന്ന് പറയുന്ന ബംഗാളി ഗണിതശാസ്ത്രജ്ഞനാണ് എവറസ്റ്റിന്റെ വലങ്കൈയായി നിന്ന് ഈ കമ്പ്യൂട്ടേഷൻസ് എല്ലാം ചെയ്യുന്നത്. രാധാനാഥ് സിക്ദർ ആണ് എവറസ്റ്റിന്റെ ഹൈറ്റ് അന്ന് അദ്ദേഹം നിർണ്ണയിക്കുന്നത് 29,000 ഫീറ്റ് എന്നാണ്. ഈ 29,000 എന്നൊരു റൗണ്ട് ഫിഗർ വരുമ്പോൾ അതിനെ 29,002 എന്നാക്കിയിട്ടാണ് പ്രസന്റ് ഒഫീഷ്യലായിട്ട് കൊടുക്കുന്നത്. കാരണം മറ്റേത് ഫാബ്രിക്കേറ്റ് ചെയ്ത പോലെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അങ്ങനെ ആക്കിയിട്ട് കൊടുത്തു എന്നൊക്കെ ഇതിന്റെ ചില രേഖകളിൽ പറയുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹമാണ് അതിന്റെ കമ്പ്യൂട്ടേഷൻ വർക്ക് ചെയ്തത്. ആൻഡ് പിൽക്കാലത്ത് പലരും പല ഈ റൈറ്റേഴ്സ്, ആശിഷ് ലാഹിരിയുടെ പോലുള്ള റൈറ്റേഴ്സ് എന്തുകൊണ്ട് എവറസ്റ്റ് എന്നുള്ള പേര് നമുക്ക് മാറ്റി രാധാ സിക്ദാർ പീക്ക് കൊടുത്തുകൂടാ എന്നൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. റോയൽ സൊസൈറ്റിയിൽ തന്നെ ഒരുപാട് ഡെലിബറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ആ പേര് കൊടുക്കുന്നത്. ഈ നയൻ സിംഗ് താപ്പ വംശത്തിൽപ്പെട്ട ഒരാളാണ്, നോർത്ത് ഈസ്റ്റ്. അയാൾ 3 പ്രാവശ്യം ട്രാൻസ് ഹിമാലയൻ യാത്രകൾ നടത്തും. കാരണം ഈ നേപ്പാൾ, ഈ ടിബറ്റ് ആ ഭാഗങ്ങളിലൊന്നും ബ്രിട്ടീഷുകാർക്ക് അവിടുത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻ തീരെ പറ്റില്ല. അവർക്ക് അത്രയും എഫേർട്ട് എടുക്കാൻ പറ്റില്ല. 1. 2, അവരെ കണ്ടാൽ തന്നെ അവർ കടത്തില്ല. അവരുടെ ഈ പ്രവേശന ഇത് കൂടെ കടത്തില്ല. നേപ്പാൾ ഈ ബ്രിട്ടീഷുകാരെ അങ്ങോട്ട് കടത്തില്ല. അപ്പൊ അവിടുത്തെ ഉള്ള സർവേക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഇവരെയാണ്. പക്ഷെ അവിടെ സർവേ ചെയ്യാനും അവരെ അനുവാദം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രഹസ്യമായിട്ടാണ് ഈ നയൻ സിംഗ് ഒക്കെ ചെയ്തിരുന്നത്. അദ്ദേഹം ഈ ബുദ്ധിസ്റ്റ് ഈ പ്രയർ വീല് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കോമ്പസും ഈ പേപ്പർ റോളൊക്കെ വെച്ചിട്ടാണ് കടത്തിയിരുന്നത്. ഇതൊരു പ്രയർ വീലായതുകൊണ്ട് പരിശോധിക്കില്ലല്ലോ ഗേറ്റിൽ, ബാക്കി എല്ലാവരും പരിശോധിക്കും. അപ്പൊ അങ്ങനെ ഇത് ഒളിച്ചു കടത്തിയിട്ടാണ് വളരെ രഹസ്യാത്മകമായിട്ട് അധിക ശബ്ദവും ബഹളമൊന്നും ഇല്ലാതെ ആണ് ഈ നയൻ സിംഗ് 3 പ്രാവശ്യം ഒരുപാട് ഏരിയ ഹിമാലയൻ ഭാഗത്തുള്ള സർവേ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ജിയോഗ്രഫിക്കൽ സൊസൈറ്റി അംഗീകരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഡൈവേഴ്സ് ടെറൈൻ. നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോകത്തുള്ള എല്ലാ ഭാഗത്തു നിന്നും ഓരോ കഷ്ണം വെച്ച പോലെ ഉണ്ടാവും. നമുക്ക് വി ഹാവ് സ്നോ ക്ലാഡ് മൗണ്ടൻസ്, പ്ലെയിൻസ് ഉണ്ട്, പ്ലേറ്റോസ് ഉണ്ട്, വാസ്റ്റ് ഡെസേർട്സ് ഉണ്ട്, 7500 കിലോമീറ്റർ സീഷോർ ഉണ്ട്, ദ്വീപുകളുണ്ട്. അപ്പൊ ഇവിടെ ഓരോ സ്ഥലത്തും ഈ ഓരോ ജോഗ്രഫിക്കൽ സ്ഥലത്ത് എല്ലാം വേരി ചെയ്യും. അവിടുത്തെ ഭരിക്കുന്നവർ വേറെയാണ്, അവിടെ ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജി വേറെയാണ്, ടെക്നിക്കലി വേറെയാണ്. ഇപ്പൊ മാംഗ്ലൂര് മണലില് ഒരു പൂഴ്ന്നു പോകുന്നുണ്ട് ഒരു സർവേ സ്റ്റേഷൻ. അപ്പോൾ മണലില് ചെയ്യുമ്പോൾ അവർക്ക് വേറെ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. മലയിലാവുമ്പോൾ വേറെ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നോട്ട് ഈ ഒബ്സർവേഷൻ വരെ എല്ലാത്തിനും വേറെ ടെക്നോളജികൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ അതെല്ലാം ഡീൽ ചെയ്തുകൊണ്ടാണ് അവർ ഈ വലിയ ഒരു ഇഞ്ച് ബൈ ഇഞ്ച് സർവേ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ എന്തൊക്കെയാണ് നേഷൻ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു മാപ്പിന്റെ വലിയൊരു റെപ്പോസിറ്ററി ഉണ്ട്. ഇപ്പൊ അനുനിമിഷം അത് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് സർവേ ഓഫ് ഇന്ത്യ. അപ്പൊ ഇതിനൊക്കെയാണ് മാപ്പ് ഉപയോഗിക്കുന്നത്. ഡിഫൻസ്, അഡ്മിനിസ്ട്രേഷൻ, ഡിമാർക്കേഷൻ, ഇന്റർസ്റ്റേറ്റ്, അതുപോലെ ഇൻട്രാസ്റ്റേറ്റ്, ഇന്റർനാഷണൽ ബൗണ്ടറി, റിസോഴ്സ് അവൈലബിലിറ്റി, അനാലിസിസ് ഓഫ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ, റീജിയണൽ പാറ്റേൺ ഓഫ് ഡെമോഗ്രഫിക് ഡൈനാമിക്സ്, അർബൻ പ്ലാനിംഗ്, ഡെവലപ്മെന്റ്, ഇതൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ടെറസ്ട്രിയൽ സർവേ മാത്രമല്ലല്ലോ, സാറ്റലൈറ്റ് ഇമേജ്, ഡിജിറ്റൽ കാർട്ടോഗ്രഫി, അതുപോലെ കുറെ വെബ് പോർട്ടലും ഉണ്ട്. നമ്മുടെ ഗവൺമെന്റ് സെക്ടറിൽ തന്നെ വെബ് പോർട്ടൽസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സർവേയുമായിട്ട് ബന്ധപ്പെട്ട ചില സ്ഥാപനങ്ങൾ. നാറ്റ്മോ, നാഷണൽ അറ്റ്ലസ് ആൻഡ് തീമാറ്റിക് മാപ്പിംഗ് ഓർഗനൈസേഷൻ, എസ്റ്റാബ്ലിഷ് ഇൻ 1954. NRSC, നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ, ഇത് ഹൈദരാബാദിലാണുള്ളത്, 1974. കാർട്ടോസാറ്റ് സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ ISRO. ഇത് ഒരു ആക്ടിവിറ്റി ഞാൻ ഇതിൽ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ പ്രസന്റ് ഡേ കളക്ഷൻ ഇങ്ങനെയൊക്കെയാണ്. GIS, അതുപോലെ എയർബോൺ ലേസർ ടെറൈൻ മാപ്പിംഗ്, മൊബൈൽ മാപ്പിംഗ്, ഡ്രോൺ സർവേ, ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിംഗ്. ഈ മറ്റേ OSM ഓപ്പൺ സീരീസ് മാപ്സ് ആണ്. ഈ OSM എന്ന് പറയുന്നത് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിംഗ് ആണ്. ഇത് കേരളത്തിൽ നമുക്കിത് ഈ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. നമുക്ക് നല്ലൊരു ടീം ഈ കേരളത്തിൽ ഈ OSM-നുണ്ട്. അപ്പോൾ ഈ സയന്റിഫിക് സർവേസ് ഈ സർവേ ഓഫ് ഇന്ത്യ ചെയ്യുന്ന ജിയോഡറ്റിക് ആൻഡ് ജിയോഫിസിക്കൽ, സീസ്മിസിറ്റി, ഈ ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡീസ്, പരിസ്ഥിതി പഠനം, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതുപോലെ അന്റാർട്ടിക്കയ്ക്കുള്ള ടീമിൽ സർവേ ഓഫ് ഇന്ത്യയുടെ കുറച്ച് പേരുണ്ടാവും. അവിടെ അവർ സർവേ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഭാരതി എന്നുള്ള സ്റ്റേഷനൊക്കെ ഉണ്ട് ഇന്ത്യക്ക്. അവിടെ താമസിച്ചുകൊണ്ട് അവർ സർവേ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് പോയൊരു വുമൻ സർവേയറിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുണ്ടായി 2 കൊല്ലം മുമ്പ്. പിന്നെ അതുപോലെ ഗ്ലേഷ്യോളജി പ്രോഗ്രാംസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇവർ ഡിജിറ്റൽ ഫോട്ടോഗ്രാമെട്രി ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഫൻസ് സീരീസ് മാപ്സ് ഈ ഒരു ഡാറ്റത്തിലും പ്രൊജക്ഷൻ ടെക്നിക്സ് ഇതാണ്. ഇതിൻ്റെ സ്കെയില് 1:250,000 ഇത്തരം സ്കെയിലുകളിലാണ്. അത് ക്ലാസിഫൈഡ് ആണ്. DSM പബ്ലിക്കിന് ആക്സസിബിൾ അല്ല. ഓപ്പൺ സീരീസ് മാപ്സ് നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്ക് ആവശ്യമുള്ള മാപ്പ് അവരുടെ വെബ്സൈറ്റിൽ പോയി അപേക്ഷിച്ചാൽ ഒരു നിശ്ചിത ഫീസ് അടച്ചാൽ നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ സ്പേഷ്യൽ വെബ് സർവീസസ് ഗവൺമെന്റ് സെക്ടറിലുള്ളത് ഭുവൻ, അതുപോലെ ഇത് ഉപയോഗിക്കുന്ന പലരും ഉണ്ടാവും. WRIS ഇതൊക്കെയാണ് നാഷണൽ ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ ക്ലൈമറ്റ് ആൻഡ് എൻവയോൺമെന്റ് സ്റ്റഡീസ്, ഗഗൻ, GPS എയ്ഡഡ് ജിയോ ഓഗ്മെന്റഡ് നാവിഗേഷൻ. നമ്മുടെ ഇതുപോലത്തെ ഗൂഗിൾ എർത്ത് പോലത്തെ സംഭവമാണ് ഈ ഭുവനൊക്കെ. അതുപോലെ ഈ നാവിഗേഷൻ ഇതാണ് ഗഗൻ. IRNSS ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം പ്രോഗ്രാം. ഇനി സർവേ ഓഫ് ഇന്ത്യയുടെ മേജർ ആക്ടിവിറ്റീസ് നേരത്തെ പറഞ്ഞ പോലെ ജിയോഡറ്റിക്, ജിയോഫിസിക്കൽ, ഇതൊക്കെ പോലെ ഇറിഗേഷൻ, വലിയ ഹൈഡ്രോ ഇലക്ട്രിക്, ഇപ്പോൾ ബക്രാനങ്കൽ പോലത്തെയുള്ള വലിയ വലിയ മെഗാ പ്രോജക്ട്സ് ഒക്കെ സർവേ ചെയ്യുന്നത് സർവേ ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ കൺട്രോൾ, ഏരിയൽ ഫോട്ടോഗ്രാഫി പബ്ലിക്കിലും പ്രൈവറ്റിലൊക്കെ ഒരു കൺട്രോൾ ചെയ്യുന്നത് സർവേ ഓഫ് ഇന്ത്യ ആണ്. ഇത് ഞാൻ ജസ്റ്റ് GIS ലെയേഴ്സ് ഇപ്പോൾ ഉള്ള സാധ്യതകൾ ഒരു മാപ്പ് കിട്ടിയാൽ നമുക്ക് ഇത്രയും ലെയേഴ്സ്, ഇതിലധികം ലെയേഴ്സ് നമുക്ക് നമ്മുടെ ആവശ്യം എന്താണോ അത് പ്രകാരം നമുക്ക് ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും, ഇപ്പോൾ ഹെൽത്ത് ആവട്ടെ, വനം വകുപ്പ് ആവട്ടെ, വിദ്യാഭ്യാസം, PWD എല്ലാവരും തന്നെ അവരവരുടെ ലെയേഴ്സ് ഈ മാപ്പിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു ഫാൻസി ആയിട്ടുള്ള മാപ്സ് ആണ്. ക്യൂസൈൻ മാപ്പ് ഇന്ത്യയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഓരോ സ്ഥലത്തും, ഇപ്പോൾ കേരളത്തിൽ പുട്ട്, കടല, കപ്പ, മീൻകറി, അങ്ങനെ ഓരോ സ്ഥലത്തും കിട്ടുന്ന സാധനങ്ങളുടെ വെറുതെ ഒരു മാപ്പാണ്. അതുപോലെ പോവർട്ടി മാപ്പ്, ഏറ്റവും അധികം പോവർട്ടി ഉള്ള ഏരിയ ബീഹാർ, ഉത്തർപ്രദേശ് അതൊക്കെയാണ്. കേരളത്തിലെ ഏറ്റവും കുറവാണ് പോവർട്ടി, ആ കളർ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ. അതുപോലെ ഈ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിന്റെ ഒരു കാര്യങ്ങളാണ് ഗൂഗിൾ മാപ്പും വിക്കി മാപ്പിയ, ഓപ്പൺ സ്ട്രീറ്റ് മാപ്സ്. അത് കേരളത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ്. നമ്മൾ ഈ കോവിഡ് കാലത്ത് വാർഡ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും അധികമുള്ളത് ഈ ഏറ്റവും റെഡ് ഉള്ള സ്ഥലങ്ങൾ, ഇത് അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളുടെ ഒരു കോവിഡ് ബാധിത പ്രദേശങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ OSM ഉപയോഗിച്ചതാണ് അവർ. അതുപോലെ ഇത് ഫ്ലഡ് സമയത്ത് ക്യാമ്പും ദുരിതബാധിത പ്രദേശവും ക്യാമ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ലോജിസ്റ്റിക്സ് വർക്ക് ചെയ്യാനും ആരെ എവിടെ കൊണ്ടുപോകണം, സാധനങ്ങൾ എവിടെ എത്തിക്കണം എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച മാപ്പാണ്. ഇതൊക്കെ മാപ്പുകളുടെ നമ്മുടെ ആപ്ലിക്കേഷനാണ് ഞാൻ പറയുന്നത്. അതുപോലെ കൂരാച്ചണ്ട് ഗ്രാമപഞ്ചായത്താണ് ആദ്യമായിട്ട് ഒരു ഡീലിമിറ്റേഷൻ മാപ്പ് ഈ വാർഡ് വിഭജനം ഇലക്ഷന്റെ സമയത്ത് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. ഇനി പുത്തവേലിക്കര ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഈ എന്താ പറയുക, ഈ ഭൗമചാപം എഴുതുമ്പോൾ ഞാൻ അതൊരു ഹിസ്റ്ററീൻ്റെ ഒരു ഡോക്യുമെന്റേഷനായിട്ടും ഒരു സയൻസ് എൻഡേവറിൻ്റെ ഒരു ഡോക്യുമെന്റേഷനായിട്ടൊക്കെ ഉദ്ദേശിച്ചത്. പക്ഷെ അതിന് ഇത് വായിച്ചിട്ട് ഈ പുത്തവേലിക്കര പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് റിവേഴ്സ് മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. പെരിയാറും ചാലക്കുടിപ്പുഴയും പുത്തവേലിക്കര പഞ്ചായത്തിൽ ജോയിൻ ചെയ്ത് 7 കിലോമീറ്റർ സഞ്ചരിച്ച് കടലിൽ ചേരും. അതിന്റെ ചുറ്റും കായലും കടലും പുഴയും ഒക്കെയാണ് ഈ പുത്തവേലിക്കര പഞ്ചായത്ത്. ഒരു ജലരാശിയാണ് ചുറ്റും. 2018 ഫ്ലഡ് ഏറ്റവും അധികം ബാധിച്ചത് അവരെയാണ്. അവിടെ കുറെ പേരുടെ ലൈഫ് നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടു, പ്ലസ് ഇൻഫ്രാസ്ട്രക്ചർ നഷ്ടപ്പെട്ടു, കാറ്റിൽ നഷ്ടപ്പെട്ടു. അപ്പൊ അവരൊരു കുറെ പേര് ചെറുപ്പക്കാരും കുറെ ആൾക്കാർ കൂടി ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക്. എല്ലാവരും കൂടിയത് അവർ പിന്നെ ഇത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്ത് ഒരു CRC എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്റർ ഉണ്ടാക്കി. ഇനി ഇങ്ങനെ ഒരു
ഡിസാസ്റ്റർ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മുടെ പഞ്ചായത്തിനെ രക്ഷിക്കണം എന്നുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവർ ആ ഇടയ്ക്കാണ് അവർ ഈ ഭൗമചാപം വായിക്കുകയും അതിലുള്ള മധു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലൈമറ്റ് സയന്റിസ്റ്റ് ഉണ്ട്, വായിക്കുകയും ഒരു സാജൻ എന്ന് പറഞ്ഞിട്ടുള്ള മെമ്പർ എന്നെ വിളിക്കുകയും അവരൊരു സർവേ ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ ഈ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്ലഡ് ലെവൽസ് മാർക്ക് ചെയ്യാൻ. അതായത് ഈ ഫ്ലഡ് ലെവൽ ഇപ്പൊ അവർ ഓരോ ബിൽഡിങ്ങിന്റെ മേലെയും സ്കൂളിലും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ബിൽഡിംഗ് പൊളിഞ്ഞു പോയാൽ നമുക്ക് അറിയില്ലല്ലോ ആ സ്ഥലത്ത് എത്ര വെള്ളം കയറുന്നു. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ MSL വെച്ചിട്ട് നമ്മുടെ സർവേ ഓഫ് ഇന്ത്യയുടെ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ് വേണ്ടത്. അതിന് അവര് ഈ നമ്മുടെ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ഒരു ബെഞ്ച് മാർക്കിൽ നിന്ന് സർവേ ചെയ്ത് 7.25 കിലോമീറ്റർ സർവേ ചെയ്ത് പുത്തംവേലിക്കരയിൽ ബെഞ്ച് മാർക്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു ഫ്ലഡ് മാപ്പിംഗ് അവർ ചെയ്യും. അപ്പൊ അതിന് എന്നെ വിളിക്കുകയും ഞാൻ ഇടയ്ക്ക് അവിടെ പോവുകയും അതായിട്ട് അസോസിയേറ്റ് ചെയ്യാറുമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഇതിനുണ്ടായത് എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അത് ചെയ്തത് അവിടെയുള്ള മാലിയങ്കര കോളേജിലത്തെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റും ഈ പഞ്ചായത്തും അവരുടെ ഒരു പ്രോജക്റ്റുമായിരുന്നു അത്. അങ്ങനെയാണ് ഈ സർവേ ചെയ്യുന്നത്. ഇതാണ് ആ ജുമാ മസ്ജിദിലുള്ള 1887 എസ്റ്റാബ്ലിഷ് ചെയ്ത ബെഞ്ച് മാർക്ക്. അതവര് ആ പള്ളിയുടെ റിനോവേഷൻ വർക്ക് നടക്കുമ്പോൾ ഇത് അനക്കാതെ വെച്ചിട്ട് പിന്നീട് ഇപ്പൊ സെക്യൂർ ആക്കിയിട്ട് പണി നടക്കുമ്പോഴാണ് ഞാൻ പോയത്. അതുകൊണ്ടാണ് അത് ഇങ്ങനെയുള്ള ഒരു ചുറ്റും കല്ലൊക്കെ ഉള്ള ഒരു ഫോട്ടോ ഇപ്പൊ അവര് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഇപ്പൊ ജിയോ സ്പേഷ്യൽ ബില്ല് 2016 ഒരു ബില്ല് വന്നു. പക്ഷെ അത് പാർലമെന്റ് അംഗീകരിച്ചില്ല. കാരണം അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അത് ഒരു കാര്യവും ആരും വിതരണം ചെയ്യാൻ പാടില്ല, മാപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ അതിനെ അവർ പുതുക്കിയിട്ട് ഒരു GAR ബില്ല് ഒരു ഈ റെസൊല്യൂഷൻ ബേസ്ഡ് ആയിട്ട്, അതായത് ഇത്ര റെസൊല്യൂഷന് താഴെയുള്ളത് നമുക്ക് ഉപയോഗിക്കാം, അതിന് മേലെയുള്ളത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒരു സാധനം അവർ കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു പോളിസി 2022 അതിന് മുമ്പ് നമുക്ക് 2005 മാപ്പ് പോളിസി ഉണ്ടായിരുന്നു. 2022 ഒരു ജിയോ സ്പേഷ്യൽ ഒരു പോളിസി ഒരു മിഷനും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ്. പോളിസി ഇതൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അപ്പൊ ഇതൊക്കെ ഉണ്ട് എന്നുള്ള ഒരു എന്താ പറയാ ഒരു സൂചന മാത്രമാണ് ഞാൻ തരുന്നത്. പിന്നെ ഇപ്പൊ ഉള്ള റെലവൻസ്, ഇപ്പൊ ഇതൊരു ഹിസ്റ്ററി എന്നോ നടന്ന ഒരു ഹിസ്റ്ററിയുടെ മാത്രമല്ല, ഈ മാപ്പുകൾ ഈ അന്ന് 200 കൊല്ലം മുമ്പ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ മാപ്പ് നേരത്തെ പറഞ്ഞ പോലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ഉപയോഗിച്ചു, അതുപോലെ PWD ഉപയോഗിക്കുന്നുണ്ട്, വനം വകുപ്പ് ഉപയോഗിക്കുന്നുണ്ട്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിക്കുന്നുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള നമുക്കൊരു ടെമ്പറൽ ഡാറ്റ, അന്ന് എങ്ങനെയായിരുന്നു നമ്മുടെ ഭൂമി, ഇന്ന് എങ്ങനെയാണ്, ഇന്ന് നമ്മൾ ഗൂഗിൾ എർത്തിൽ കൂടെ കാണുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള ആ ഒരു വേരിയേഷൻ നമുക്ക് മനസ്സിലാക്കാൻ ഇതാക്കാം. ഇപ്പോഴും ഹാർഡ് കോപ്പി മാപ്സ് ഉപയോഗിക്കുന്നത് അന്നത്തെ ആ മാപ്പുകൾ തന്നെയാണ്. ഇത്രയും GIS സങ്കേതങ്ങളൊക്കെ വന്നിട്ടും ഇപ്പോഴും നമുക്ക് ആ മാപ്പ് വളരെയധികം ഉപകാരപ്രദമാണ്. അതുപോലെ അന്നത്തെ ഈ ഇതെന്ന് പറഞ്ഞാല് മാപ്പുകൾ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഈ ഡാറ്റ കളക്ഷന് പോകുമ്പോൾ തന്നെ ഫിസിക്കലായിട്ട് കാണാലോ തിയോഡലൈറ്റ് ഒക്കെ. അപ്പോൾ ആൾക്കാരൊക്കെ വില്ലേജസ് ആക്രമിച്ചിരുന്നു. അതുപോലെ അവര് ഈ ബ്രിട്ടീഷുകാരെ പലപ്പോഴും ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ ചെയ്തിട്ട് പോയാൽ തന്നെ ആ കുന്നിന്റെ മേലെ ഒരു പുണ്യാഹമൊക്കെ തെളിച്ച് ഇതെന്തോ ഒരു അഭിചാരക്രിയ മന്ത്രവാദമോ എന്തോ ആണെന്നൊക്കെയുള്ള രാത്രി ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ട് ഇവർ ചെയ്യുന്ന എന്തോ ഒരു സംഭവമാണെന്ന് വിചാരിച്ചിട്ട് അവര് അവിടെയൊക്കെ സ്റ്റേഷൻ മാർക്കൊക്കെ ഇടിച്ചു പൊളിക്കുന്നുണ്ട്. അതുപോലെ പലപ്പോഴും തിയോഡലൈറ്റിന് എന്തോ ഒരു സംഭവമാണെന്ന് വിചാരിച്ചിട്ട് ദൈവികമായിട്ടുള്ള പവേഴ്സ് ഉണ്ട് എന്നിട്ട് ആരാധിക്കുന്നുണ്ട്. ഈവൻ ഈ സ്റ്റേഷൻ മാർക്കുകൾ നരബലി വരെ നടന്നിട്ടുള്ള രേഖകൾ ഉണ്ട് എന്ന് ഇതിന്റെ രേഖകളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ സാധാരണ ജനങ്ങൾ പല രീതിയിലാണ് ഇതിനെ അക്സെപ്റ്റ് ചെയ്തത്. പലരും ഈ സർവേയുടെ ഭാഗമായിട്ട് ഇതിന്റെ തൊഴിലാളികളായിട്ട് കാട് തെളിക്കാനും വഴി ഉണ്ടാക്കാനും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യക്കാർ തന്നെയാണ് അവർക്ക് ഭക്ഷണം എത്തിക്കുന്നതും കാടുകളിലേക്ക് കൊണ്ടുപോകുന്നതും വഴി കാണിക്കുന്നതും ഒക്കെ. ഓൺ ദ അതർ ഹാൻഡ് ഇന്റലക്ച്വൽ ആയിട്ട് ഒരു ഭാഷ, ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയാണല്ലോ, അതിന് ട്രാൻസ്ലേറ്റേഴ്സ്, ഇന്റർപ്രറ്റേഴ്സ്, ഡ്രാഫ്റ്റ്സ്മെൻ, ഹ്യൂമൻ കമ്പ്യൂട്ടേഴ്സ്, ഇതൊക്കെ ഇന്ത്യക്കാരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ എതിർപ്പുകൾ നമുക്ക് വരുന്നത് കാണാം. പക്ഷെ ഇന്ന് നമുക്ക് ഡിജിറ്റലായിട്ട് ഇപ്പൊ കോർപ്പറേറ്റ്സ് അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ നമ്മളെ ഒരു ഡാറ്റ ആക്കിക്കൊണ്ട്, ഇപ്പൊ നമ്മള് ദർ ഇസ് നോ ഫ്രീ ലഞ്ച് എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ എന്ത് തന്നെയായാലും ഫ്രീ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളെ ഒരു ഡാറ്റ ആക്കപ്പെടുന്നുണ്ട് അവരുടെ. അതാണ് അവർക്ക് അതിൽ കിട്ടുന്ന ഒരു റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു വിജിലന്റ് ആയിരിക്കണം എന്നുള്ളൊരു പാഠം കൂടി ഇതിലുണ്ട്. എല്ലാത്തരം സർവൈലൻസിനും എതിരെ അനുനിമിഷം നമ്മളൊരു വലിയ ഏതോ ഒരു ഗ്രാൻഡ് ഡിസൈനിന്റെ ഭാഗം ആവുന്നുണ്ട്, വിപണിയുടെയോ അല്ലെങ്കിൽ ഭരണകൂടങ്ങളുടെയോ ഒക്കെ. അപ്പൊ എതിരായിട്ടുള്ള ഒരു കോഷൻ കൂടി ആവണം ഇത്.
അത്രയാണത്. താങ്ക് യു ഫോർ യുവർ ലിസണിങ്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് ചോദിക്കാം. അലക്സ് CJ ചോദിച്ചോളൂ. മാം നമസ്കാരം, കേക്കാവോ? കേക്കാം. ഓക്കെ, ആദ്യം തന്നെ ഒരു ഗംഭീര പ്രസന്റേഷന് നന്ദി പറയുന്നു. ചോദ്യത്തിലേക്ക് വേഗം കിടക്കാം. മാം പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ടോപ്പോ ഷീറ്റ് 200 വർഷം മുമ്പ് സർവേ ചെയ്തതാണെന്ന്. ഈ 200 വർഷം മുമ്പ് സർവേ ചെയ്തിട്ടുള്ള ടോപ്പോ ഷീറ്റ് കിട്ടാൻ വല്ല വഴിയുണ്ടോ? കാരണം ഇപ്പൊ നമ്മൾ ടോപ്പോ ഷീറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതില് സർവേഡ് 1960 അല്ലെങ്കിൽ 1980 ഒക്കെയാണ് കാണുന്നത്. അപ്പൊ ഈ 200 വർഷം മുമ്പ് ഇവർ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള മാപ്പ് എന്തെങ്കിലും ഡിജിറ്റലായിട്ടോ മറ്റോ സൂക്ഷിച്ചിട്ടുണ്ടോ? അത് ആണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇപ്പോഴും ഈ മാപ്പുകൾ ഇത്രയും പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടോ? കാരണം അതിനും ഹൈ റെസൊല്യൂഷനുള്ള മാപ്പ് നമുക്കിപ്പോൾ ഗൂഗിൾ എർത്ത് മുതലായിട്ടുള്ള പുതിയ പുതിയ സങ്കേതം ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കിട്ടും. അപ്പൊ ഇപ്പോഴും ഇത് ഒരു പൊതുജനങ്ങൾക്ക് അവൈലബിൾ അല്ലാത്ത രീതിയിൽ കീപ്പ് ചെയ്യണോണ്ട് വല്ല കാര്യമുണ്ടോ? ഇതില് 2 ചോദ്യമാണുള്ളത്. ഒന്ന്, ആദ്യം ഉണ്ടാക്കിയ മാപ്പുകൾ കിട്ടുമോ എന്നുള്ളത്. അതങ്ങനെ ഇയർ പറഞ്ഞ് നമുക്ക് വാങ്ങാൻ പറ്റും തോന്നുന്നില്ല. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് മാപ്പുകളായിരിക്കും മിക്കവാറും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അവരെപ്പോ ഉണ്ടാക്കിയോ, ലാസ്റ്റ് 1930-ലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്, റീസർവേ ചെയ്തിട്ട് അവർ പുതുക്കിയിട്ടുണ്ട് മാപ്പുകൾ. അപ്പോൾ അങ്ങനെ ലേറ്റസ്റ്റ് മാപ്പുകളായിരിക്കും കിട്ടാൻ സാധ്യത. പക്ഷെ അവരുടെ സർവേ ഓഫ് ഇന്ത്യയുടെ ഇതിലുണ്ട്, അവരുടെ സൂക്ഷിപ്പിൽ ഈ സാധനം ഉണ്ട്, ആർക്കൈവ്സിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ബ്രിട്ടീഷുകാരുടെ അടുത്തുണ്ട്, നമ്മുടെ ഇന്ത്യൻ മാപ്സ് അവരുടെ അടുത്തുണ്ട്. അതാണ് ഒരു കാര്യം. രണ്ടാമത്, മറ്റേത് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ഈ GIS-ന്റെ GPS-ന്റെ ഒക്കെ ഈ ആധുനിക ഇത്രയും റെസൊല്യൂഷനിൽ എല്ലാവരും ചെയ്യുന്ന മാപ്പിങ്ങും കാര്യങ്ങളും ചെയ്യുന്ന കാലത്ത് ഇതിന്റെ ഒരു ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ ആയിട്ട് വെക്കേണ്ട കാര്യമില്ല. പക്ഷെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോഴും ഇതൊരു കോൺഫിഡൻഷ്യൽ ഡാറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഈ മാപ്പുകളൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു 5-10 കൊല്ലം മുമ്പ് വരെയൊക്കെ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ബഷീർ അബ്ദുൽ. നമസ്കാരം മീനാക്ഷിജി, അത് നല്ല ഗംഭീരം പ്രസന്റേഷൻ ആയിരുന്നു. നമസ്കാരം. എൻ്റെ ഒരു സംശയം എന്ന് വെച്ചിട്ട്, കുറച്ചുനാൾ മുമ്പ്, കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ കാട്ടിലൊക്കെ താമസിക്കുന്ന സമയത്ത് ഈ സർവേ ഓഫ് ഇന്ത്യയുടെ ചില ക്യാമ്പുകൾ വരാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ഫെസിലിറ്റിയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ അവര് ചെയ്തിരുന്ന ഒരു കാര്യം, ഇവര് ഫീൽഡില് അവരുടേതായിട്ടൊരു മാപ്പ് ഉണ്ട്. ആ മാപ്പ് അവർ സ്റ്റീരിയോസ്കോപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കും. അത് കഴിഞ്ഞിട്ട് അവർ ഫീച്ചറിന്റെ പ്രത്യേക വാൻറ്റേജ് പോയിന്റിൽ പോയിട്ട് അവർ ആ പോയിന്റിനെ മാർക്ക് ചെയ്തിട്ട് തിരിച്ച് ഫീൽഡിൽ കൊണ്ടുവന്ന് റാന്തൽ വിളക്കിലേക്ക് വെളിച്ചത്തിൽ ഇങ്ങനെ വെച്ച് ഈ സ്റ്റീരിയോസ്കോപ്പിക് ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ഇവർ നോക്കിയിട്ട് ഈ പോയിന്റുകൾ ഉണ്ടല്ലോ, ഓരോ ഹൈസ്റ്റ് പോയിന്റുകളിൽ അവർ പോയിട്ട് അത് അവർ മാർക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതിനൊരു ഫീൽഡ് വെരിഫിക്കേഷൻ അവർ ചെയ്യാറുണ്ട്. സമ്പ്രദായം എന്തുമാത്രം ട്രെയിനാണ് അവരെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു സംഗതിയാണ്. കാരണം അവർ വന്ന് അവർ ടെന്റ് അടിച്ച് നമ്മൾ കൊടുത്ത ഫെസിലിറ്റീസിലൊന്നും അവരങ്ങനെ കിടക്കില്ല. അവരുടെ ടെന്റിൽ തന്നെ കിടന്ന് അത് രാത്രി ആനയൊക്കെ വരുന്നിടത്ത് ആയിരിക്കും ലാമ്പൊക്കെ കത്തിച്ച് വെച്ച് പിന്നെ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ഈ എക്യുപ്മെന്റ്സ് എല്ലാം കൊണ്ടുപോയി തിരിച്ചിവിടെ വന്ന് അവരുടെ ഫീൽഡ് ടേബിളൊക്കെ ഉണ്ട്. ആ ടേബിളിൽ ഇത് നിരത്തി വെച്ച് ഈ മാപ്പ് ഇട്ട് വെച്ചിട്ട് ഇതിങ്ങനെ മാർക്ക്. അപ്പം ഞാൻ എൻ്റെ ഒരു കൗതുകത്തിന് ഞാനിങ്ങനെ ഇവരോട് ഇതിങ്ങനെ ചോദിക്കുമായിരുന്നപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഏരിയൽ ഫോട്ടോഗ്രാഫുകളെ കൊണ്ടിട്ട് ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് ആണ് അവർ കൊണ്ടുവരുന്നത്, ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. ആ ഏരിയൽ ഫോട്ടോഗ്രാഫ്സിനെ വെച്ചുകൊണ്ട് ഇതിനെ ഫീൽഡ് അവരെ മാപ്പിലേക്ക് അവരത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ്, ഫീൽഡ് വെരിഫിക്കേഷൻ ചെയ്യുന്നതാണ്. അല്ല, ഇതിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മളിങ്ങനെ ഒരു സംഭവം പറയുന്നു. ബഷീർ സാറിന് അത് എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു 2 ലെൻസിൽ കൂടെ അങ്ങനെ നോക്കി അവർ 3D ഇത് കിട്ടുമല്ലേ? സാറ്റലൈറ്റ് സർവേ ഒക്കെ വരുന്നതിന് മുന്നേ ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്കാണ്. കവറേജ് ഒറ്റ ഒരു ഇതിന്ന് ക്യാമറയിൽ നിന്ന് കവറേജ് കിട്ടില്ല.
അപ്പോൾ 3-4 ക്യാമറ ഉപയോഗിച്ച് പല പല ഫിഗറുകൾ ഒന്നിച്ച് വെച്ചിട്ടാണ് അവരൊരു 3D ഇമേജ് ഉണ്ടാക്കുക. അത് ഭയങ്കര ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഫോറസ്റ്റ് ഏരിയയിൽ ഒരുപാട് ഇതുണ്ടാവുമല്ലോ, ഫോളിയേജ് മേലെ ഈ കാനോപ്പി എങ്ങനെയാണ് അവർ ഈ സ്റ്റീരിയോസ്കോപ്പ് വർക്ക് ചെയ്തിരുന്നത്? അതുകൊണ്ടാണ് അവര് ഇത് ആ പ്ലെയിനിൽ നിന്ന് വിമാനത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസ് കൊണ്ടുവന്ന് നിരത്തി വെക്കുന്നത്. അപ്പൊ അതിനകത്ത് കാനോപ്പി മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഹയർ എലിവേഷനിൽ സേ ഇപ്പോൾ 5000 6000 ഫീറ്റ് ഒക്കെ മുകളിൽ ഒരിക്കലും അത് വുഡഡ് കൺട്രി ആയിരിക്കില്ല, അത് ഗ്രാസ് ലാൻഡ് ഏരിയ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിന്റെ പല ഏരിയകൾ നോക്കുകയാണെങ്കിൽ എബോവ് 5500 അല്ലെങ്കിൽ 6000 ഫീറ്റ് മുകളിലൊക്കെ ഒരു വുഡഡ് കൺട്രി ആയിരിക്കില്ല, അത് ഗ്രാസ് ലാൻഡ് ആൻഡ് ഷോല ഇക്കോസിസ്റ്റം ആയിരിക്കും. മൂന്നാറിന്റെ അപ്പുറത്തൊക്കെ ഉള്ള പോലെ അതന്നെ. ഇപ്പൊ ആനമുടിയൊക്കെ ഉണ്ടല്ലോ, ആനമുടി അല്ലെങ്കിൽ എരിവെള്ള നാഷണൽ പാർക്കിലെ ഹൈയസ്റ്റ് പോയിന്റുകളൊക്കെ തന്നെ താഴ്വാരങ്ങളില് ചോലക്കാടുകളുണ്ട് എങ്കിലും അതിന്റെ ഹയസ്റ്റ് പീക്സ് എല്ലാം തന്നെ വുഡഡ് ആയിരിക്കില്ല, ഗ്രാസ് ലാൻഡ്സ് ആയിരിക്കും. അപ്പോൾ ഏരിയൽ ഫോട്ടോഗ്രാഫ്സിൽ ഈ ഗ്രാസി ഏരിയാസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അന്ന് ഉപയോഗിച്ചിരുന്ന അത് കളർ ഫോട്ടോസ് പോലും ആയിരുന്നില്ല, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏരിയൽ ഫോട്ടോസ് ആയിരുന്നിട്ട് പോലും അതിൻ്റെ അതിൻ്റെ ക്വാളിറ്റി ഓഫ് ഇമേജിങ് കൊണ്ട് അവർക്ക് ഇത് എടുക്കാൻ പറ്റുമായിരുന്നു. ഈ സ്റ്റീരിയോസ്കോപ്പിക് ഫ്യൂഷനിൽ ഞാൻ കുറെ നോക്കിയിട്ടുണ്ട്. നോക്കുമ്പോൾ ആ ഇമേജുകളിൽ കൂടെ നമുക്കത് കൃത്യമായിട്ട് തിരിച്ചെടുക്കാനായിട്ട് കഴിയുമായിരുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ച പോലെ സർവേ ഓഫ് ഇന്ത്യയുടെ മാപ്പുകൾ ഓൾറെഡി അടുത്ത കാലത്ത് പോലും നമ്മൾ ഡിപ്പാർട്ട്മെന്റലായിട്ട് വിത്ത് ഒഫീഷ്യൽ ലെറ്റർ ഒക്കെ കൊടുത്താൽ മാത്രമാണ് അത് സാധാരണ രീതിയിൽ കിട്ടിയിരുന്നത്. ഞാൻ നമ്മൾ കുറെ മൂന്നാറിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഒരുപാട് മാപ്പുകൾ ഇങ്ങനെ സംഘടിപ്പിക്കുന്നുണ്ടായി. അപ്പൊ അന്ന് എൻ്റെ കയ്യിൽ പേഴ്സണൽ കോപ്പികൾ ഉണ്ടായിരുന്നതിന്റെ പേരിൽ പലപ്പോഴും പല വിവാദങ്ങൾ, അന്നത്തെ കാലത്ത് വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പല മേലുദ്യോഗസ്ഥന്മാരും പറയായിരുന്നു ഇങ്ങനെ ഒരാളുടെ കയ്യിൽ മാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനത് ഈ PVC പൈപ്പിന്റെ ഉള്ളിലേക്ക് ഭദ്രമായിട്ട് ചുരുട്ടി 2 വശത്തെ സ്റ്റോപ്പേഴ്സൊക്കെ വെച്ചിട്ട് സേഫായിട്ട് വെച്ചിരുന്നു. അതൊക്കെ അങ്ങനെ ഉപയോഗിച്ചിരുന്നു. പിൽക്കാലത്ത് അതൊക്കെ ആരൊക്കെ എവിടെയൊക്കെ കൊണ്ടുപോയി എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ നമ്മൾ ആ ഒരു ഒറിജിനലായിട്ടുള്ള ഒരു ടോപ്പോ ഷീറ്റ് നോക്കുമ്പോൾ ആ വെജിറ്റേഷന്റെ നേച്ചറിനെ കുറിച്ചൊക്കെ നമുക്ക് എന്തൊരു കൃത്യമായ നേരത്തെ തടയണ പറഞ്ഞ പോലെ വെജിറ്റേഷന്റെ നേച്ചർ നമുക്ക് റബ്ബർ തോട്ടങ്ങൾ അറിയാൻ പറ്റും, നാച്ചുറൽ ഫോറസ്റ്റ് അറിയാൻ പറ്റും, റോക്കി പ്രിസിപ്പൈസസ് അറിയാൻ പറ്റും. മാഡത്തിന് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല, പാറക്കെട്ടുകളൊക്കെ ഇങ്ങനെ പല്ലുകൾ പോലെ ഇല്ലേ കാണാൻ, ഇങ്ങനെ നമ്മുടെയൊക്കെ പല്ലിന്റെ നിര പോലെയാണ് റോക്കി റവൈൻസും ക്ലിപ്സ് ഒക്കെ കാണുക. അപ്പൊ അടയാളപ്പെടുത്തുന്നതിനൊരു വലിയ നല്ലൊരു വ്യക്തമായ ഒരു ചിത്രം കിട്ടണമെങ്കിൽ ഇപ്പോഴും നമ്മളിതൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ ഒരു സ്വീപ്പിംഗ് ഇമേജ് അല്ലേ, മറ്റത് അങ്ങനെയല്ലല്ലോ, അത് നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ ഇരിക്കല്ലേ. ഈവൻ ആ മുല്ലപ്പെരിയാർ ഇഷ്യൂ വന്നപ്പോൾ പോലും അന്ന് മിനിസ്റ്റർ വന്നപ്പോൾ അത് അതിന്റെ ഒറിജിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാവാനൊക്കെ ഞാൻ എൻ്റെ പ്രൊഫഷത്തെ കൊടുത്തു, എന്നാന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇതിന് ഓർമ്മ വന്നു. എന്തായാലും വളരെ അതിന്റെ ഹിസ്റ്ററി പാർട്ടും അതിന്റെ ഒരു എഫേർട്ടൊന്നും മനുഷ്യർക്ക് അറിഞ്ഞൂടാ. നമ്മളിപ്പോൾ സാധാരണയുള്ള സർവേ അല്ലാതെ എന്തുമാത്രം മനുഷ്യരുടെ എഫേർട്ടുകൾ ചെന്നിട്ടുള്ള ഒരു സംഗതിയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. എന്റെ പേരാണോ പറഞ്ഞത്? വിനീത്. അതെ അതെ, കട്ടായിരുന്നു. ഓക്കെ. ആക്ച്വലി നല്ല പ്രസന്റേഷൻ ആയിരുന്നു, കുറെ ഇൻഫർമേറ്റീവ് ആയിരുന്നു. ഞാൻ മാഡത്തിനോട് മുന്നേ ഒരു തവണ ഇതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്ന ചോദ്യം, ഇവർ ഇതിന്റെ കൂട്ടത്തിൽ എന്താ പറയാ ഒരു പെൻഡുലം സർവേകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റുകൾ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ളതാണ് എനിക്കൊരു സംശയമുള്ളത്. പിന്നെ രണ്ടാമത്തത് ആ ഒരു
പുത്തൻവേലിക്കര ഇപ്പൊ മാം അടുത്ത് ഇതിന്റെ ഒരു പോയിന്റ് വീണ്ടും റെഫറൻസ് എടുത്ത് ചെയ്തു എന്നല്ല, അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൊണ്ട്. പിന്നെ ഒരു 2022 സമയത്ത് ഇവിടെ മുംബൈയിൽ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. ഈ GTSന്റെ ഇതിന് തുടക്കത്തിൽ ആദ്യം ചോദ്യം ചോദിച്ച അലക്സ് എന്നൊക്കെ പറഞ്ഞ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ടോപ്പോഗ്രാഫി മാപ്പുകൾ കിട്ടുമോ എന്നൊക്കെ. എനിക്ക് അതിന്റെ കാറ്റഗറൈസേഷൻ ഒന്നും അറിയില്ല, പക്ഷെ അന്ന് ഇവിടെ ഏഷ്യാറ്റിക് ലൈബ്രറിക്കാര് ഇത് കുറെ അന്ന് ഇവര് ശരിക്കും ഉണ്ടാക്കിയ മാപ്പുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കയ്യിൽ അതിന്റെ ഡിജിറ്റൽ കോപ്പി ഉണ്ടെന്നാണ് പറഞ്ഞത്. കുറച്ചു കാലം മുന്നേ വരെ pahar.in എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റില് ഇതിന്റെ കുറെ സ്കാൻഡ് സംഭവങ്ങളൊക്കെ എന്തൊക്കെയോ കിടന്നിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ആ സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ, ഇപ്പൊ ഈ പ്രസന്റേഷൻ ഇടയ്ക്ക് ആ സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ ആ സൈറ്റ് അവൈലബിൾ അല്ല എന്നാണ് കാണുന്നത്. അപ്പൊ ഏഷ്യാറ്റിക് ലൈബ്രറിക്കാരായിട്ടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് കിട്ടുമായിരിക്കും. അവര് കുറെ രസകരമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കഥകളും ഒക്കെ ആ സമയത്ത് അവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടിരുന്ന ആൾക്കാര് അവരുടെ മാനസിക സംഘർഷങ്ങളൊക്കെ, ഇപ്പൊ മാഡത്തിന്റെ ഇതില് എവറസ്റ്റിന്റെ ഡയറി എന്നുള്ള ഇത് കാണിച്ചു. പക്ഷെ അതുപോലെ തന്നെ എവറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഹെഡിൽ നിൽക്കുന്ന ആളാണല്ലോ. ഒരു സാധാരണ ഒരു ഇന്ത്യക്കാരന്റെ ഒരു അനുഭവം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഇതായി തോന്നി. അതായത് ആളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഗ്നൽ പിടിച്ച് ഓടി പോവാന്നുള്ളതാണ്. അതായത് പലപ്പോഴും 40 കിലോമീറ്റർ ഒക്കെ അകലെയുള്ള ഏതെങ്കിലും മലയോ ഒക്കെ ആയിരിക്കും അടുത്ത പോയിന്റ് ആയിട്ട് ഇവര് ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ആ പോയിന്റിൽ പോയിട്ട് ഒരാൾ സിഗ്നൽ കാണിക്കാൻ നിൽക്കണം. അതൊരു പക്ഷെ ഒരു തീ പോലത്തെ എന്തെങ്കിലും ഒരു വിളക്കായിരിക്കാം, ചിലപ്പോഴൊക്കെ അത് വല്ല വേറെ എന്തെങ്കിലും സാധനമായിരിക്കാം. ഈ തിയേറ്റർ ലൈറ്റിന് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിഗ്നൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പോകണം. അപ്പൊ അത് പലപ്പോഴും ഇന്ത്യക്കാരെ ഓടിപ്പിക്കുകയാണ് ചെയ്യുക. അതായത് ഇന്ത്യക്കാരെ കുറെ പേര് റിക്രൂട്ട് ചെയ്തിട്ടുണ്ടാവും, അവരോട് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് മലയും ഇതൊക്കെ ഓടി കയറി പോവുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരാൾ അവിടെ പോയിട്ട് ഏതൊരു മല കയറി പോയിട്ട് പക്ഷെ അയാൾക്ക് തിരിച്ചിറങ്ങാൻ പറ്റാതെ പോയി. അത് മഴയോ അതോ എന്തൊക്കെ കാരണം കൊണ്ട് ആൾക്ക് ഏതാണ്ട് 2-3 മാസം അവിടെ പെട്ടുപോയി. അങ്ങനെ പെട്ടുപോയിട്ട് പിന്നെ അയാളെ നമ്മൾ ചെന്ന് കാണുമ്പോൾ അയാൾ ആ സമയത്തെ ഏകാന്തത കാരണം അയാൾ മരിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാത്തത് കൊണ്ടോ എന്തൊക്കെയോ കാരണം കൊണ്ട് അയാള് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ശരിക്കും ഉള്ളതാണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ കയ്യിൽ ആ കൂടിയുള്ള തീയാണ്. ആ തീ വെച്ചിട്ട് ഈ ഓരോ വിരലായിട്ട് പൊള്ളിച്ച് നോക്കും, ഞാൻ ഇപ്പോഴും മരിച്ചിട്ടുണ്ടോ മരിച്ചിട്ടില്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ 3 മാസത്തെ കഴിഞ്ഞിട്ടാണ് അയാളെ കിട്ടുന്നത്. ആ സമയമായപ്പോഴത്തേക്ക് അയാളുടെ 10 വിരലും പൊള്ളി പോയിട്ടുണ്ടായിരുന്നു എന്നാണ്. ഒരു മിനിറ്റ് വിനീത, ഈ സംഭവമൊക്കെ ഞാൻ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. മുൾഹറൻ ബുക്കിൽ ഞാൻ കണ്ടിരുന്നു, ഞാൻ വായിച്ചിരുന്നു. സർവേയർ ആണ് ഇത് ചെയ്തത്. കൈ വിരലൊക്കെ പൊള്ളിക്കുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ ഞാൻ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. പ്രസന്റേഷനിലെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റില്ലല്ലോ. ഇത് ചോദിച്ച ചോദ്യങ്ങളില് പെൻഡുലം ഒബ്സർവേഷൻ ഇതേപോലെ ഞാൻ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അത് അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ പെൻഡുലം വെച്ചിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് ലാറ്റിറ്റ്യൂഡ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട് അല്ല. അങ്ങനെ ഒരു സങ്കേതം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ടെക്നോളജി അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് അത്. പിന്നെ രണ്ടാമത്തെ എന്തായിരുന്നു ചോദിച്ചത്? പിന്നെ എനിക്ക് ഇപ്പൊ ഈ അടുത്ത് പുത്തൻവേലിക്കര എന്ന സ്ഥലത്ത് ചെയ്ത ആക്ടിവിറ്റി, അതായത് ഈ ബെഞ്ച് മാർക്ക് 1887 ബെഞ്ച് മാർക്കിൽ നിന്ന് ഒരു 7.25 കിലോമീറ്റർ ഇതുപോലെ സർവേ ചെയ്ത് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു ഒരു ബെഞ്ച് മാർക്ക്. പുത്തൻവേലിക്കര പാലത്തിന്റെ അടിയിൽ ഒരു സ്ഥലം ഹൈറ്റ് അവർ ഫിക്സ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു ആ ബെഞ്ച് മാർക്ക് അവര് ഈ ഇവിടെ വെള്ളം കയറിയ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ ഓരോ ബിൽഡിങ്ങിലല്ലേ അവർ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അവർക്കൊക്കെയുള്ള ഹൈറ്റ് പിടിച്ചു. ഇനിയിപ്പോ ആ ബിൽഡിംഗ് പോയാലും അവർക്ക് ആ പോയിന്റിൽ എത്ര വെള്ളം കയറും എന്നുള്ളത് അറിയാം. അപ്പൊ ഭാവിയിൽ വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം വരികയാണെങ്കിൽ എവിടെയാണ് വെള്ളം കയറുക, എങ്ങനെയാണ് നമ്മൾ രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് അത് ചെയ്തു. താങ്ക് യു. പറയൂ സാർ. നമ്മുടെ ടോപ്പോ ഷീറ്റ് വളരെ പ്രിസിഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണല്ലോ. ഇത്രയും ഒരു കൃത്യത ഉണ്ടാകത്തക്ക രീതിയിൽ എന്താണ് അത് ഉണ്ടാക്കുന്ന പ്രോസസ് എന്താണ്? ഇപ്പോഴുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്താണല്ലോ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. അതെ ചെയ്തിരുന്നത് അത് ട്രയാങ്കുലേഷൻ, അതാണ് ആദ്യം പറഞ്ഞല്ലോ. ട്രയാങ്കുലേഷൻ വഴി ആദ്യം ഇതിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറെ സീരീസുകൾ ചെയ്യും. അപ്പോൾ ആ ട്രയാങ്കുലേഷന്റെ ഓരോ പോയിന്റിന്റെ ലാറ്റ്ലോങ് കിട്ടും. അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ പോയിന്റിലേക്കും ഒബ്സർവേഷൻ എടുത്ത് ഒരു പുഴയുണ്ടെങ്കിൽ അതിന്റെ ആ വളവിൽ ഒരു സ്റ്റാഫ് പിടിക്കും.
തിയോഡലൈറ്റ് ഒരു മെഷർമെന്റ് എടുക്കും. അപ്പൊ ആ വളവ് ആംഗിൾ കിട്ടി. അങ്ങനെ 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 ഓരോ പോയിന്റും പിടിച്ച് മാർക്ക് ചെയ്യാണ്. ഈ പ്രോസസ് തന്നെയാണോ ടോപ്പോ ഷീറ്റ് ഉണ്ടാക്കുന്നത്? അങ്ങനെയാണ് ട്രയാങ്കുലേഷൻ വഴിയാണ് ഈ പഴയ ടോപ്പോ ഷീറ്റ്സ്. ഞാൻ ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഏരിയൽ മാപ്പ് ആദ്യം ഉണ്ടാക്കും, അതിന് അതിപ്പോ ഏരിയൽ മാപ്പൊക്കെ ഇപ്പോഴല്ലേ വന്നത്. ഇപ്പൊ സാറ്റലൈറ്റ് മാപ്പുകള് പുതിയ സങ്കേതങ്ങളൊക്കെ വന്നു. പണ്ടത്തെ കാലത്താണ് ഞാൻ പറഞ്ഞത്. ഏരിയൽ മാപ്പ് വന്നതോടുകൂടി ടെക്നോളജി എല്ലാം മാറിയിട്ടുണ്ട്. മോഡേൺ ടെക്നിക്സ്. ടോപ്പോ ഷീറ്റ് ആദ്യമായിട്ട് വരുന്നത് എപ്പോഴാണ്? ഏതാ ടോപ്പോ ഷീറ്റ് ആദ്യമായിട്ട് വരുന്നത് എപ്പോഴാണ്? ടോപ്പോ ഷീറ്റ് ഒരു 1870 ഈ ഗ്രേറ്റ് ആർക്കും ബാക്കി സീരീസുകളും ചെയ്ത് കഴിയുന്നത്. അപ്പോ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ തന്നെ മാപ്പുകൾ അപ്പം പുറത്തേക്ക് വിടുന്നുണ്ട് അവരുടെ ആവശ്യങ്ങൾക്കുള്ളത്. അവർക്ക് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പ്രഷർ വരും ഗവൺമെന്റിന്റെ അടുത്തുനിന്ന്. ഒരു യുദ്ധം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഭാഗത്തെ മാപ്പ് നിങ്ങൾ പ്രിസിഷൻ നോക്കണ്ട, ഞങ്ങൾക്ക് മാപ്പാണ് വേണ്ടത്, സമയം ഇതിന്റെ ഉള്ളിൽ കൃത്യത കുറവാണെങ്കിലും ആ ഏരിയയുടെ ഒരു ഐഡിയ ഞങ്ങൾക്ക് വേണം വാർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ചോദിക്കുമ്പോൾ അവർ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കും. പിന്നീട് അത് പ്രിസൈസ് ആയിട്ട് ചെയ്യും. പിന്നെ ഈ ടോപ്പോ ഷീറ്റ് വെച്ചിട്ടുള്ള ഈ ലാറ്റ്ലോങ് വെച്ചിട്ടാണ് പിന്നീട് റവന്യൂ മാപ്പിലേക്കൊക്കെ അവരത് പ്രൊജക്ട് ചെയ്യുക. റവന്യൂ പാർസൽ ഈ എവിടെയെങ്കിലും ഒരു ലാറ്റ്ലോങ് ഉണ്ടാവും. ഇതിന്റെ ഈ ട്രയാങ്കുലേഷന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഒരു 20 മൈലോ മറ്റേ സർവേ ചെയ്ത് പിടിച്ചിട്ടായിരിക്കും ഏത് റവന്യൂ ഭാഗമാണോ ചെയ്യേണ്ടത് അതിലേക്ക് അവർ ചെയ്യുക. ഇതൊരു ഫ്രെയിം വർക്കാണ്. ഈ GTS ഒരു ഫ്രെയിം വർക്കാണ്. ആ ഫ്രെയിം വർക്കിലേക്ക് ബാക്കിയുള്ളത് കൊണ്ടുവരിക. ഇപ്പോഴത്തെ ടോപ്പോ ഷീറ്റില് അതില് പിന്നെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന്റെ പിന്നെ ഡിസ്റ്റൻസില്. അതായത് എന്താ പറയാ, പിന്നെ അതില് ഒരേ ഉയരങ്ങളുള്ള ലൈന് കാണിക്കുന്നുണ്ട്. കോണ്ടൂർ ലൈൻസ്, പാതി സ്കെയിലൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത് തോന്നുന്നു. ആ വ്യത്യാസമൊക്കെ വരുന്നത് ഇപ്പൊ അതിൽ കുറെ കൂടി ഒരു കൃത്യത വന്നിട്ടുണ്ടെന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അതിനുപയോഗിക്കുന്ന ടെക്നോളജി പുതിയതായിട്ട് എന്താണ് ഏരിയൽ മാപ്പ് ഉണ്ടാക്കിക്കൊണ്ടാണ്. അതെ അതെ, ഏരിയൽ മാപ്പുകള്. പിന്നെ ഇപ്പോഴുള്ള ടോട്ടൽ സ്റ്റേഷൻ പോലത്തെ പുതിയ ടെറസ്ട്രിയൽ മാപ്പിങ്ങിന്റെ ടെക്നിക്സ് വന്നിട്ടുണ്ടല്ലോ. പണ്ടത്തെ തിയോഡലൈറ്റ് ഇത്രയും ഭാരമുള്ള വലിയ ഇൻസ്ട്രുമെന്റ് ഒന്നും വേണ്ടല്ലോ ഇപ്പോ. കുഞ്ഞി ഇത് വെച്ചിട്ട് അത് സാറ്റലൈറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള സാധനമാണ് ഈ ടോട്ടൽ സ്റ്റേഷൻ. GPS-ഉം ഈ ടോട്ടൽ സ്റ്റേഷനും കൂടി ചെയ്താൽ നമുക്ക് പെട്ടെന്ന് പോയിന്റ്സ് എടുത്ത് പോകാൻ പറ്റും ഇപ്പോഴത്തെ സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ട്. ഓക്കെ, താങ്ക് യു. ഞാൻ പറയട്ടെ. മാഡം, ഞാൻ അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന ആളാണ്. CWRDM-ലെ റിട്ടയർഡ് സയന്റിസ്റ്റാ. ഞാനിങ്ങനെ വളരെ എന്താ പറയാ, ഇങ്ങനെ ശ്വാസം പിടിച്ച് കേട്ടിരിക്കുകയായിരുന്നു മാഡത്തിന്റെ അവതരണം. കാരണം ടോപ്പോ ഷീറ്റ്സ് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ അവസരം ഉണ്ടായിട്ടുള്ള ആളെന്ന നിലയ്ക്ക്. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു വീണ്ടും ടോപ്പോ ഷീറ്റ് എടുക്കുന്ന എന്തൊക്കെ തന്നെ സാറ്റലൈറ്റ് ഇമേജറിയും പുതിയ സങ്കേതങ്ങൾ എന്ത് വന്നാലും ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ടോപ്പോ ഷീറ്റ് എടുത്ത് ഫീൽഡിൽ പോയി വർക്ക് ചെയ്യണമെന്നാണ്. കാരണം അതിൻ്റെതായ ഒരു സുഖം മറ്റേതിനൊന്നും കിട്ടുന്നില്ല. കാരണം അത്രമാത്രം വളരെ ആക്യുറസിയോടുകൂടി ചെയ്ത ഒരു മാപ്പിംഗ് സിസ്റ്റം. ഞാനിപ്പോഴും പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കുട്ടികളോട് ആദ്യം പൊതുകാര്യങ്ങൾ പറയുമ്പോൾ ചോദിക്കും എന്താണ് വാട്ട് ഈസ് GTS എന്ന് ചോദിച്ചാൽ കുട്ടികൾക്കൊന്നും അറിയില്ല. GTS-ന്റെ ഫുൾ ഫോം അറിയില്ല. അപ്പം ഞാനത് പറഞ്ഞു കൊടുക്കും. കാരണം എത്രയും ത്യാഗപൂർണമായ ഒരു പ്രവർത്തനം നമ്മുടെ നാട്ടിൽ, അത് ബ്രിട്ടീഷുകാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ചെയ്തു എന്നുള്ളതും അതിന്റെ ആക്യുറസി ഇന്നും നമുക്കതിനെ അത് വെല്ലുന്ന തെറ്റ് തന്നെയാണ്, യാതൊരു സംശയമില്ല. മറ്റൊന്ന്, നമ്മൾ ഈ റെസ്ട്രിക്റ്റഡ് മാപ്പ് ആക്കിയതിന്റെ, ഞാൻ പറഞ്ഞത് റെസ്ട്രിക്റ്റഡ് ആക്കി വെക്കുന്നതിന്റെ തന്നെയാണ് നല്ലതെന്ന് എനിക്കിപ്പോഴും തോന്നുന്നു. കാരണം അങ്ങനെ അതിൻ്റെതായ ഒരു അതിന്റെ പുറമൊരു ത്യാഗം ഒന്ന് മനസ്സിലാക്കാൻ അത് എന്തുകൊണ്ട് റെസ്ട്രിക്റ്റഡ് ആക്കി എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും കേട്ടോ. മറ്റെന്തൊക്കെ തന്നെ സംഖ്യ ഇപ്പൊ അത് ഈ ടോപ്പോ ഷീറ്റ്സ് തന്നെ എല്ലാം ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ട് ഒന്നും പൂർത്തിയായിട്ടില്ല. എന്തെല്ലാം സംവിധാനങ്ങൾ നമുക്ക് വന്നു, ഇമേജറി ഒക്കെ വന്നു, സാറ്റലൈറ്റ് സംവിധാനങ്ങളൊക്കെ വന്നിട്ട് അത് പൂർത്തിയാക്കിയിട്ടില്ല. കേരളത്തിലല്ല ഒരിടത്തും രാജ്യത്തും പൂർണ്ണമായിട്ടും നമുക്ക് അങ്ങനെ ഒരു മാപ്പ് ഇപ്പം പൂർണ്ണമായിട്ട് ആ രീതിയിൽ കിട്ടാനില്ല. അപ്പൊ ഇത് തന്നെയാണ് ഇപ്പോഴും നമ്മളത് ഉപയോഗിക്കുന്നത്. എപ്പോഴും ഒരു പ്രശ്നം, ചില സ്ട്രാറ്റജിക് പോയിന്റുകളിലൊക്കെ നമുക്ക് മാപ്പ് ഇല്ല, മാപ്പ് ഉണ്ട് പക്ഷെ നമുക്ക് തരില്ല.
അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻ കൂടി ഉണ്ട് നമ്മുടെ രാജ്യത്ത്, ഇപ്പോഴും ഉണ്ടത്. കാരണം ചില ബോർഡറുകൾ, അങ്ങനെയുള്ള ഇന്ത്യ പാക് ബോർഡറുകൾ, ചില പ്രത്യേക ചില സ്ഥലങ്ങളുടെയൊക്കെ മാപ്പ് ഉണ്ടെങ്കിലും നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് ഗൂഗിൾ മാപ്പിലെല്ലാം കിട്ടുന്നില്ല എന്നൊക്കെ ചോദിക്കാം. എന്നിരുന്നാലും ഇപ്പോഴും അത് അങ്ങനെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ആണ്, അത് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഏരിയകളൊന്നും പോകേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. അത്തരം ആ ഏരിയകളൊന്നും അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സർവേക്കൊന്നും ഇപ്പൊ ആരും അങ്ങനെ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ ഒരു എന്താ പറയാ ബൃഹത്തായിട്ടുള്ള ഒരു വിഷയം ഞാൻ ഇത്ര ലളിതമായി അവതരിപ്പിച്ചതിന് എന്തായാലും മീനാക്ഷിനുള്ള നന്ദി പറയുകയാണ് ഞാൻ. താങ്ക് യു. താങ്ക് യു. ഇതില് റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞാല് നമുക്ക് വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്താൽ കിട്ടും. ഇപ്പോഴും ഓപ്പൺ സീരീസ് മാപ്പുകൾ ഇന്ത്യയുടെ മുഴുവനും കിട്ടും. അങ്ങനെ റെസ്ട്രിക്റ്റഡ് എന്ന് തീർത്തും പറയാൻ പറ്റില്ല. ഡിഫൻസ് സീരീസ് മാപ്സ് മാത്രമേ റെസ്ട്രിക്റ്റഡ് ഉള്ളൂ. ഡിഫൻസ് പർപ്പസിന് ഉള്ളത് കിട്ടില്ല. അത് പിന്നെ സ്ട്രാറ്റജിക് പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ബോംബെയിലത്തെ അണു കേന്ദ്രം, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്നുണ്ടോ? എനിക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. ഇൻഡിവിജ്വൽസിന് കിട്ടുമല്ലോ, വെബ്സൈറ്റിൽ പോയി നമ്മൾ അപ്ലൈ ചെയ്താൽ കിട്ടും. കിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പം കുറച്ചുകൂടി ലിബറലായി നടത്തും. അതെ. എന്റെ ഒരു സംശയം, നമ്മുടെ ഇപ്പൊ വാട്ടർ ലോഗഡ് ഏരിയയിലൊക്കെ ഉള്ള തോടുകളുടെ വിഡ്ത്ത്, അപ്പൊ എനിക്കത് കമ്പയർ ചെയ്യണമെങ്കിൽ ഇപ്പൊ ടോപ്പോ ഷീറ്റിലുള്ള ഈ പുഴകളുടെ വിഡ്ത്തൊക്കെ കറക്റ്റ് ആയിരിക്കും? അത് ഇപ്പോഴത്തെ എനിക്കൊരു അവൈലബിൾ ആയിട്ടുള്ള, ഇപ്പൊ നമ്മുടെ ലാൻഡ് യൂസ് ബോർഡിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പോ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതും ഇപ്പോഴത്തെ വിഡ്ത്തും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആക്യുറസി അത് ചെയ്യാൻ കഴിയുമോ? ചെയ്യുന്നതിൽ അർത്ഥം ഉണ്ടാവുമോ? അതില് കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ് ക്വസ്റ്റ്യൻ. കാരണം ഈ പല തോടുകളും ഇപ്പോൾ ലാൻഡ് യൂസ് ബോർഡിൽ ഞാൻ മറ്റേ ഫ്ലഡിന്റെ ടൈമിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എയർപോർട്ടൊക്കെ ഉള്ള സ്ഥലം, കാലടി, അങ്കമാലി, നെടുമ്പാശ്ശേരി, അത് ഫുള്ള് പെരിയാറിന്റെ വാട്ടർ ഷെഡിലാണുള്ളത്. അവിടുത്തെ ഒരു തോട് തന്നെ അടഞ്ഞു പോയല്ലോ ഈ എയർപോർട്ട് വന്നതോടുകൂടി. അതുകൊണ്ടാണ് ഈ ഫ്ലഡ് അത്രയും അവിടെ എഫക്റ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു ഫ്ലഡ് പ്ലെയിൻസിലാണ് ഈ സ്ട്രക്ചറൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ പഴയ വിട്ടായിരിക്കില്ല, പഴയ ടോപ്പോ ഷീറ്റിലുള്ള തോടുകൾ തന്നെ ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല. റിവറിന്റെ ദിശ തന്നെ ചിലപ്പോൾ അതായിരിക്കില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് പഴയതാണെങ്കിൽ. ഇപ്പോൾ പുതുക്കിയ ഒരു സാധനം കിട്ടുകയാണെങ്കിൽ അതുപോലെ എത്ര ഇന്റർവെല്ലിലാണ് അവർ പുതുക്കുന്നത് എന്നുള്ളത് എനിക്ക് അത്ര നിശ്ചയമില്ല. സർവേ ഓഫ് ഇന്ത്യ എവറി 10 ഇയേഴ്സോ അല്ലെ 20 ഇയേഴ്സോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് പഴയ മാപ്പാണെങ്കിൽ അത് പ്രോബ്ലം ആണ്. തോട് തന്നെ ചിലപ്പോൾ കണ്ടുവെന്ന് വരില്ല. എനിക്കങ്ങനെ എനിക്ക് ആ ഒരു അനാലിസിസിനാണ്, അതായത് പണ്ട് തോടില്ല കാണാതെ പോവാന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അന്ന് ഉണ്ടാവില്ലേ തോട്? അപ്പൊ അതാണ് അന്ന് തോട് ഉണ്ടാവുകയും ഇപ്പൊ ഉണ്ടാവാൻ ഈ കോണ്ടൂർ വെച്ചിട്ട് താഴ്ന്ന പ്രദേശമായിരിക്കും, അതൊരു തോടിന്റെ സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തോട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അതിനകത്ത് വരച്ചോളണമെന്നില്ല. അതെ, ഉണ്ടായിക്കൊള്ളണമെന്നില്ല. തോടാണ് നമുക്ക് നോട്ടത്തിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഈ ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും, ലെവൽസ് വെച്ചിട്ട്, ഈ കോണ്ടൂർസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും തോട് പോയിരുന്ന സ്ഥലമാണ് എന്നുള്ളത് മനസ്സിലാവും. പണ്ട് തോടായിരുന്ന സ്ഥലമാണ്. ഞാനിപ്പോ എനിക്ക് കൊച്ചി ഏരിയയിലാണ്, ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി നോക്കാനാണ്. അപ്പൊ നിലവിൽ പല തോടുകളും വളരെ ചുരുങ്ങി പോയിട്ടുണ്ട്. ഇപ്പൊ ചുരുങ്ങിപ്പോയിട്ടുണ്ട് പഴയ വീതിയിൽ നിന്ന്. അപ്പൊ പഴയത് അവിടെ കാണില്ല ചിലപ്പോ. ഓക്കെ. അല്ല, അപ്പൊ ടോപ്പോ ഷീറ്റിനെ ബേസ് ചെയ്യുന്നതിൽ അർത്ഥം ഉണ്ടാവുമോ എന്നുള്ളതാണ് എന്റെ ഒരു കൺഫ്യൂഷൻ. പഴയ മാപ്പിൽ അതൊരു പ്രശ്നമുണ്ട്, നമ്മൾ ഡാറ്റയായിട്ട് ഉപയോഗിക്കുമ്പോ ഉണ്ട്. ഓക്കെ. മീനാക്ഷി, എന്റെ ഫോൺ ഇപ്പൊ നിൽക്കും, അതുകൊണ്ട് ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. ഞാൻ തന്റെ പുസ്തകം ആദ്യം കേട്ടപ്പോ ഇത് അസ്ട്രോണമി ആണെന്നാണ് ആദ്യം വിചാരിച്ചത്. അതാണ് ഒറ്റ കണ്ടപ്പോ ഞാന് സെയിന്റ് ജോസഫില് തന്റെ കുറെ സീനിയറായിട്ട് പഠിക്കുന്ന ഒരാളാണ്. 2 മാസം മുമ്പ് നമ്മള് കോഴിക്കോട് വെച്ച് കണ്ടു. അങ്ങനെ ഈ പുസ്തകം ഇല്ലാത്ത പുസ്തകം വാങ്ങുന്നത്. പേര് വിജയലക്ഷ്മി എന്നാണ്, മഞ്ചേരി NSS കോളേജിലായിരുന്നു. ഇപ്പൊ ഓർമ്മ വന്നു അല്ലെ? അപ്പൊ ഈ പുസ്തകം തന്നെ ടാസ്ക്, വേറെ ഒന്നും പറയാനില്ല.
ബ്രേക്ക് അത് ഞാൻ ബ്രേക്ക് ഇതിനെ ആവുന്നുണ്ട് മാഡം. കേക്ക് ശരിക്കും ടാസ്ക് യുവർ ബുക്ക് അത് ഞാൻ കിട്ടി അടന്നതിന്റെ മുമ്പിൽ പിന്നെ അത് വായിച്ചു വായിച്ച് സ്ട്രൈക്ക് ചെയ്ത ഒരുപാട് കാര്യങ്ങള് പ്രത്യേകിച്ച് സെക്ടറിനെയും മുസ്ലിം ഹുസൈനെയും ഒന്നും ഇപ്പോഴത്തെ തലമുറ അറിയില്ല. അവരുടെ ചരിത്രം പഠിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നുവെന്നും അവരെ ഈ പുസ്തകത്തിൽ പരാമർശിച്ചത് ഏറ്റവും നന്നായി. പിന്നെ ഈ പുസ്തകം ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്ന ഇതിന് വേണ്ടിയിട്ട് രക്തസാക്ഷികളായിട്ടുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുമാണ്. ഇനി ഈ പുസ്തകം ഇതിനപ്പുറത്ത് വരികൾക്കിടയ്ക്ക് കൂടെ വായിക്കുമ്പോഴത്തെ വേറൊരു സത്യം എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒന്ന്, ശാസ്ത്രം ടെക്നോളജി ആവണമെങ്കിൽ അതിന് രാഷ്ട്രീയം വേണം. രാഷ്ട്രീയപരമായ ബാക്കിങ്ങും ഉണ്ടെങ്കിലേ അതിനുള്ള കാശ് അനുവദിച്ച് കിട്ടുള്ളൂ. അപ്പോ ഇത്തരത്തില് ശാസ്ത്ര സത്യത്തിനെ ടെക്നോളജിക്കലാക്കി മാറ്റുന്നതിനെ എങ്ങനെ ബ്രിട്ടീഷ് ഇമ്പീരിയലിസം സഹായിച്ചു എന്നുള്ള ഒരു വലിയ പാഠം കൂടിയും ഈ പുസ്തകത്തില് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് ഇത്. ഇതിന്റെ ഉള്ളിൽ സൂചിപ്പിക്കാമായിരുന്ന ചില കാര്യങ്ങൾ, ഒന്ന് ലക്ഷദ്വീപുകാരുടെ റഹ്മാനിയ കാർട്ടോഗ്രാഫി, പിന്നെ മുഹമ്മദ് ഇബ്നു മജീദിന്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് ടിബറ്റ്സ്, അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലേക്ക്. 15th സെഞ്ചുറിയിലെ ഒരു വർക്കാണ് ഓൺ നാവിക വിദ്യയെ കുറിച്ചിട്ടുള്ളതാണ് അത്. പക്ഷേ ഈ മുഹമ്മദ് ഇബ്നു മജീദിനെ കുറിച്ചിട്ട് ആരും പറയില്ല. കാരണം അദ്ദേഹമാണ് പോർച്ചുഗീസുകാർക്ക് വഴി കാണിച്ചു കൊടുത്തത് എന്നുള്ള ഒരു പഴിയുടെ പേർക്കാണ് അദ്ദേഹത്തിന്റെ പുസ്തകം തമസ്കരിക്കപ്പെട്ടത്. അങ്ങനെ ഒരുപാട് തമസ്കരണങ്ങൾ കൂടി വെളിവാക്കുന്ന ഒരു പുസ്തകമാണ് മീനാക്ഷിയുടെ ഈ പുസ്തകം. എന്റെ ഹൃദയം നിറഞ്ഞ് ഞാൻ അഭിനന്ദിക്കുന്നു. പുസ്തകം വായിക്കാനാണ് ഞാൻ ഈ കേട്ടവരോടൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പുസ്തകം വായിച്ചാൽ മാത്രമേ ഇത് എന്താണ് എന്ന് ശരിക്കും മനസ്സിലാവുള്ളൂ. എനിക്ക് ഇതിന്റെ ടെക്നിക്കൽ സൈഡ് അറിയുന്ന ഒരാളല്ല, പക്ഷേ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് സഹിച്ച ത്യാഗങ്ങളും ഒക്കെ എനിക്കറിയാം. കാരണം ഒരു ചെറിയ പേപ്പർ എഴുതണമെങ്കിൽ പോലും എത്രമാത്രം കഷ്ടപ്പാടുണ്ട്. അപ്പൊ പിന്നെ ഇതേപോലെയുള്ള ഒരു മഹത്തായ പുസ്തകം രചിച്ചതിന് അതിന്റെ പിന്നിൽ നിങ്ങൾ സഹിച്ച ത്യാഗത്തിനെ കൂടി ഞാൻ അങ്ങേയറ്റം മാനിക്കുന്നു. അത് അഭിമാനത്തോടു കൂടിയിട്ട് ഓർക്കുകയും ചെയ്യുന്നു. എന്റെ ഫോൺ ഇപ്പോൾ നിൽക്കും, അതുകൊണ്ടാണ് ഞാൻ ഇന്ററപ്റ്റ് ചെയ്തത്. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കിയവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. മറ്റാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? വിജയലക്ഷ്മി ടീച്ചർ മഞ്ചേരി NSS കോളേജിലെ ചരിത്രാധ്യാപികയായിരുന്നല്ലോ അല്ലെ? ഞാന് ശബ്ദം ഇടക്ക് അവര് പോയോ? അതെ. ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ഒരു MGSന്റെ ഒരു അനുസ്മരണത്തിന് സെന്റ് ജോസഫ്സിലെ എന്റെ സീനിയറാണ് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അതാണ് എനിക്ക് പെട്ടെന്ന് ഒരു പറഞ്ഞപ്പോ മനസ്സിലായില്ല. മഞ്ചേരി കോളേജുകാരിയാണ് പറഞ്ഞു വന്നു. ഞാൻ ചെറിയൊരു കാര്യം കൂടി ഇതിൽ ആഡ് ചെയ്തോട്ടെ മാഡത്തിന്. അല്ല, വലിയതൊന്നും അല്ല. ഞാന് കുറച്ചു മുന്നേ മാഡം പറഞ്ഞല്ലോ, ഇപ്പൊ ഈ അടുത്ത് നമ്മൾ കൊറോണയുടെ സമയത്ത് ഇത് എന്താ പറയാ, നമ്മൾ ഇത് വെച്ച് മാപ്പ് ചെയ്തു. ഇത് ഇവിടെ ഞാൻ ഈ GTSന്റെ ഇവിടെ എക്സിബിഷൻ ഉണ്ടായ സമയത്ത് അവിടെ അവരൊരു മാപ്പ് പ്രദർശിപ്പിച്ചിരുന്നു. അത് 1800കളുടെ അവസാനം മുംബൈയില് പ്ലേഗ് വന്ന സമയത്ത് ഈ GTS സർവേ ചെയ്തുണ്ടാക്കിയ മുംബൈയുടെ മാപ്പുകൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ക്വാറന്റൈൻ സോൺസ്, അത് ഡിഫറെന്റ് കളറുകളിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ഓരോ സെക്ഷൻസ് ക്വാറന്റൈൻ സോൺസ് ആയി പ്രഖ്യാപിച്ച് ഇവിടുന്ന് അങ്ങോട്ട് കടക്കരുത് എന്നൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കി വലിയ പബ്ലിഷിംഗ് ഒക്കെ ചെയ്തിരുന്നു. എന്നിട്ട് ഈ എന്താ പറയാ, ഏഷ്യാറ്റിക് ലൈബ്രറിക്കാർ ഇപ്പൊ അതിന്റെ ഈ എക്സിബിഷന്റെ ഭാഗമായിട്ട് ഈ മാപ്പുകളിൽ വെച്ചിട്ടുള്ള ഡയറികൾ ഉണ്ടാക്കിയിട്ട് വിൽക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. അതായത് കുറെ കളറില് ഇതിങ്ങനെ ചെയ്ത്. അപ്പൊ ഇന്നത്തെ കൊറോണയുടെ അതേപോലത്തെ ഒരു ഇത് അന്നും ചെയ്തു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. നമ്മൾ വിചാരിക്കും ഇന്ന് മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ക്വാറന്റൈനും പിന്നെ മാപ്പ് തിരിച്ചും ഇതൊക്കെ തിരിച്ചു. പക്ഷെ അന്നേ അത് ഈ GTS കഴിഞ്ഞ വഴിക്കാണ്. 1800. പിന്നെ ഇത് മുംബൈ IIT-ലാണോ? അല്ല, ഞാൻ മുംബൈയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയിലാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി അന്ന് പറഞ്ഞു. അപ്പൊ അതും എനിക്ക് ഭയങ്കര ഒരു രസമുള്ള ഒരു സംഭവമായി തോന്നി ആ മാപ്പ് കണ്ടപ്പോ, അങ്ങനെ കളർ കോഡ് ചെയ്ത് സോണൊക്കെ തിരിച്ചിട്ടുള്ളത്. പിന്നെ മാം ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഇതിൽ പറഞ്ഞ ഇപ്പോഴും ഫിസിക്കൽ കോപ്പികളൊക്കെ പലപ്പോഴും ഈ GTS എന്നോ അല്ലെങ്കിൽ അത്രയും കാലം മുന്നത്തെ
ഇതിന്ന് ഡിറൈവ് ചെയ്തിട്ടാണ് ഫിസിക്കൽ മാപ്പ് കോപ്പികൾ നിങ്ങൾ പലപ്പോഴും സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത്, ഫിസിക്കലി കൊണ്ടുപോകുന്നത്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അതെന്താ ഇപ്പൊ ഇത്രയും ഇതൊക്കെ വന്നിട്ടും അന്നത്തെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുമ്പോഴും ഡിജിറ്റൽ മാപ്സ് ഒന്നും അത്ര വന്നിട്ടില്ല, GPS ഇതൊന്നും വന്നിട്ടില്ല. സ്റ്റിൽ ഒരു 10 ഇയേഴ്സ് ബാക്ക് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ടോപ്പോ ഷീറ്റ് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര മഴയാ, കേൾക്കുന്നുണ്ടോ? കേൾക്കാണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോ ടോപ്പോ ഷീറ്റുകൾ തന്നെയാണ് എപ്പോഴും അത് ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ മാപ്പുകൾ േക്കാളും എനിക്ക് തോന്നുന്നു ടോപ്പോ ഷീറ്റുകൾ തന്നെയാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഈ ടോപ്പോ ഷീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഡിജിറ്റൽ മാപ്പിന്ന് പ്രിന്റ് എടുത്ത് ഉണ്ടാക്കാനൊന്നും പറ്റില്ല? എനിക്കതാണ് അതിന്റെ ഇപ്പോഴത്തെ മെത്തേഡുകളും അവര് ഡിപ്പാർട്ട്മെന്റിൽ എന്താ ചെയ്യണേന്നുള്ളത് എനിക്ക് കറക്റ്റ് പറയാൻ ഇപ്പൊ പറ്റില്ല. ഓക്കെ. അലക്സിജെ, ആഷിഖ് ബഷീർ, രണ്ടുപേരും. നമുക്കൊരു 9:15 മുമ്പ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അലക്സ് സംസാരിക്കാവോ? ഒരു സംശയം കൂടിയും, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ടോപ്പോ ഷീറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് GIS പ്ലാറ്റ്ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കിപ്പോ എവറസ്റ്റ് മോഡിഫൈഡ് എന്ന് ഇപ്പൊ ഉപയോഗിക്കുന്ന WGS 1984ലേക്കൊക്കെ കൺവേർട്ട് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്കൊരു ഡിസ്റ്റോർഷൻ വരുന്നുണ്ട്. ഒരു ലെസ് ദാൻ ഹാഫ് കിലോമീറ്റർ അടക്കം ചില സ്ഥലങ്ങളിൽ വരും, ചിലപ്പോൾ ഒരു 200 മീറ്റർ ഡിസ്റ്റോർഷൻ വരും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല, ഇപ്പൊ നേരത്തെ ചോദിച്ച ഒരാൾ ചോദിച്ചിരുന്നല്ലോ അവിടെ ഒരു നമ്മളുടെ ഇതിന്റെ വിഡ്ത്ത് കിട്ടുമെന്ന്, തോടിന്റെ വിഡ്ത്ത്, അതൊന്നും ടോപ്പോ ഷീറ്റിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാമിന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ നമുക്ക് ഈ ഡിസ്റ്റോർഷൻ ഇല്ലാതെ നമുക്ക് ഇതിനെ പ്രൊജക്ഷൻ സിസ്റ്റം കൺവേർട്ട് ചെയ്യാനായിട്ട്? ഇല്ല, അതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല, പ്രൊജക്ഷൻ ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളത്. ഓക്കെ താങ്ക് യു. പിന്നെ മാഡം ഇതിന്റെ മാഗ്നറ്റിസം ഇതിനെ എഫക്ട് ചെയ്യും എന്ന് പറഞ്ഞത് എങ്ങനെയാ? അതായത് റീഡിങ്സിനെ എഫക്ട് ചെയ്യും എന്ന് പറഞ്ഞത്? ഈ കോമ്പസ് എന്ന് പറയുന്നത് മാഗ്നറ്റ് ആണല്ലോ. നമ്മൾ ഈ ഒബ്സർവേഷൻ ഉപയോഗിക്കുന്ന കോമ്പസ് ഡയറക്ഷൻ കോമ്പസ് ഉപയോഗിച്ചിട്ടാണല്ലോ. പണ്ട് ചെയിനും കോമ്പസേ ഉണ്ടായിട്ടുള്ളൂ. ആ കോമ്പസ് മാഗ്നറ്റ് ആണ് ബേസിക്കലി. ഞാൻ പെട്ടെന്ന് തിയോഡലൈറ്റിന്റെ റീഡിങ്ങിനെയാണോ എഫക്ട് ചെയ്യുന്നത്? കോമ്പസ് ശരിയാണ്. ഓക്കെ താങ്ക് യു. മാം, ഇത്രയും സംസാരിച്ചപ്പോൾ അതിൻ്റെ ഇടയിലുണ്ടായ ചില സംശയങ്ങളെയും വെച്ചുകൊണ്ട് ഒരു ചെറിയ അറിവ് പറയുകയാണ്. മലബാർ മേഖലയിൽ 1934 റീസർവേ പൂർത്തിയാക്കിക്കൊണ്ട് കെഡസ്ട്രേകൾ നിർമ്മിച്ചിട്ടുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുള്ള കെഡസ്ട്ര മാപ്പുകളിലും FMBകളിലും ഈ സ്ട്രീംസിന്റെ എല്ലാം കൃത്യമായ വിഡ്ത്തും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ മാർക്ക് ചെയ്തതായിട്ടും കണ്ടിട്ടുണ്ട്. 1930 ഒരു ലാസ്റ്റ് ഉള്ള ഈ റവന്യൂ മാപ്സ് ഒക്കെ കാണാറുള്ളത്. അതിലുണ്ടാവും, അവർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ പലതും ഇപ്പോ സൈറ്റിൽ ചിലപ്പോൾ ഉണ്ടാവില്ല എന്നായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞത്. തീർച്ചയായും പറഞ്ഞത് ശരിയാണ്. ഞാൻ എൻ്റെ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഈ കെഡസ്ട്രകൾ ഉപയോഗിച്ചപ്പോൾ അന്ന് സ്കൂളുകൾ ഉണ്ടായിരുന്ന സ്ഥലം ഇന്ന് സ്കൂളില്ല. അതുപോലെ പിന്നെ സ്ട്രീമുകളിൽ ചിലതൊക്കെ കാലവർഷത്തിനിടയിൽ ഗതി മാറിപ്പോയ സ്ഥലങ്ങളിൽ പാലങ്ങളില്ല, അത് സ്വകാര്യ ഭൂമിയായി മാറിയിട്ടുണ്ട്. അതേപോലെ രസകരം ചില ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് പള്ളികളാണ്. അങ്ങനെയുള്ള രസകരമായ ഒരുപാട് ചരിത്ര വിവരങ്ങളും കെഡസ്ട്രകളിൽ നിന്ന് നമുക്ക് കിട്ടും. ഭംഗിയുള്ളതാണ് ഒരുപാട്. സത്യത്തിൽ മാപ്പ് പഠിക്കുന്നത് ഒരു ചരിത്ര രേഖ പഠിക്കുന്നത് പോലെ തന്നെ ഒരുപാട് കൗതുകമുള്ള കാര്യങ്ങൾ മാപ്പിൽ കിട്ടാനുണ്ട്. വിപിൻ ആണേ. മാഡം, 1-2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ആ ബുക്ക് വായിച്ചതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് മിസ്സായിരുന്നു. അതിൻ്റെ ഇടയിൽ മാഡം പറഞ്ഞോന്ന് എനിക്കറിയില്ല. മാഡം എന്തുകൊണ്ട് ആ ബുക്ക് എഴുതി എന്നുള്ളൊരു ഇൻസ്പിറേഷൻ മാഡം അത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് ഏകദേശം എത്ര വർഷം കൊണ്ടാണ് എഴുതിയത് എന്ന് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് വർഷം എടുത്തിട്ടാണ് എഴുതിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. രണ്ടാമത്തത്, നിലവില് ഇനി അടുത്ത ഇതിന്റെ ഒരു സെക്കൻഡ് വേർഷൻ എന്നുള്ള രീതിയിൽ പുതിയ തരത്തിലുള്ള ഭൂപട നിർമ്മാണ രീതികളെ കുറിച്ചിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുക്കുകൾ എന്താണ് നെക്സ്റ്റ് പ്ലാൻ എന്നുള്ളതും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. ഞാനിത് ചെയ്തത്, അതായത് ഇത് ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ മാപ്പിന് മുമ്പ് അതിനെ കാണുമ്പോഴാണ് ഇതിനെ കുറിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് അതിശയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു
സെക്കൻഡ് ഹാൻഡ് ബുക്ക് സ്റ്റാളിൽ നിന്ന് ഒരു ജോൺ കീയുടെ പുസ്തകം കിട്ടി, ഹൗ എവറസ്റ്റ് വാസ് മെഷേർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞി ബുക്ക്. അതായിരുന്നു വേറൊരു പ്രചോദനം ഇത് എഴുതാൻ. ഇത് ഒരു 5 കൊല്ലമൊക്കെ എടുത്തിട്ടുണ്ട്. ഡാറ്റ കളക്ഷനും എഴുത്തും എല്ലാം കൂടി നമ്മുടെ എല്ലാ റെഗുലർ പണികളുടെയും കൂടെ ഒരു 5 കൊല്ലം എടുത്തിട്ടുണ്ട് ചെയ്യാൻ. പിന്നെ സെക്കൻഡ് പാർട്ട് ഞാനിപ്പോൾ ആലോചിച്ചിട്ടില്ല. ഒന്നാമത് പഴയ ഡാറ്റ പോലെ പുതിയ ഡാറ്റ, ഇങ്ങനത്തെ സെൻസിറ്റീവ് ഡാറ്റ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ ഡാറ്റയൊക്കെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കിട്ടിയത് എഴുതുക എന്നുള്ളത് ഭയങ്കര ലബോറിയസ് ആയിട്ട് ഇപ്പോൾ ഒരെണ്ണം എഴുതിയപ്പോൾ തന്നെ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് അടുത്തത് ഇപ്പോഴത്തേക്ക് പ്ലാൻ ഇല്ല. ഞാൻ ഇതിന്റെ ഇംഗ്ലീഷ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു മാഡം. അതിനകത്ത് അലക്സ് സാർ പറഞ്ഞതിൻ്റെ എനിക്കൊരു ചെറിയ എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ട് ഒരു ഓപ്ഷനാണ്. ArcGIS ഇതിനെ ഓവർലേ ചെയ്തിട്ട് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓവർലേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ഒരു ഡിസ്ട്രോഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അലക്സ് സാർ പറഞ്ഞതിനുള്ള ഒരു കമന്റ് ആണ്. ഒരു പരിമിതമായിട്ടുള്ള ഒരു അറിവാണ്, പൂർണ്ണമല്ല. ഹലോ, ടെൻസിയാണ് അബുദാബിയിൽ നിന്ന് വിളിക്കുന്നത്. ഒരു ചെറിയ ഡൗട്ട്, ഈ കോമൺ ആയിട്ടൊരു ഡൗട്ടാണ്. അതായത് ഇനി നമുക്ക് മാപ്പിംഗ് എടുക്കാൻ ബാക്കിയായിട്ടുള്ള എന്തെങ്കിലും മേഖലയുണ്ടോ? അതായത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലോ അങ്ങനെ എന്തെങ്കിലും, അങ്ങനെയുള്ള ദ്വീപുകളിൽ എന്തെങ്കിലും എടുക്കാനുണ്ടോ? അതോ അല്ല, ഈ ഏരിയൽ ടെക്നോളജി ഇതൊക്കെ വന്ന പിന്നെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പ്രദേശങ്ങളും കവർ ചെയ്തു എന്നാ തോന്നുന്നത്. അത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് ഈ മോഡേണൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഹിമാലയത്തിലെ ചില ഇനാക്സസിബിൾ ആയിട്ടുള്ള നടന്നു പോകാൻ പറ്റാത്ത ടെറൈൻസും കൂടി സർവേ ഓഫ് ഇന്ത്യ മാപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഈ സെന്റിനൽ ദ്വീപുകളിലൊക്കെ പോയിട്ടുണ്ടോ? അതൊക്കെ എടുത്തിട്ടുണ്ടോ? അത് എനിക്കറിയില്ല കേട്ടോ. അത് അവിടെ അലൗഡ് അല്ലല്ലോ, സാധാരണ ആൾക്കാർ അലൗഡ് അല്ല. പക്ഷെ പഴയ കാലത്ത് അവർ ആൻഡമാൻ ചെയ്ത ഇവര് എന്നിട്ട് അമ്പ് ചെയ്ത് ബ്രിട്ടീഷുകാർ മരിക്കുന്നൊക്കെ ഉണ്ട്. ഇവർക്ക് ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്ത്, ഇവര് ഉപ്പും ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് ഇവരെ പാട്ടിലാക്കുന്നതും, അങ്ങനെ ഇവര് കപ്പലിൽ നിന്നുകൊണ്ട് തന്നെ, കപ്പലിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ആൻഡമാൻ ദ്വീപുകള് അവര് അതിലേത് ഈ പറഞ്ഞ സെന്റിനൽ ആ ദ്വീപാണോ അറിയില്ല, പല ദ്വീപുകളും ഈ അവിടുത്തെ ആദിവാസികളെ അവര് പാട്ടിലാക്കിക്കൊണ്ട് ചെയ്യുന്ന കഥ ഇതൊക്കെ ഉണ്ട്, രേഖകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവര് പക്ഷെ അവര് കുറച്ചെന്തെങ്കിലും വിരോധം വന്ന അവർ അമ്പ് ചെയ്ത് കൊന്ന അങ്ങനത്തെ കഥകളും ഉണ്ട്. താങ്ക് യു. സംശയങ്ങളെല്ലാം ഞാൻ ജൂന. എന്തായാലും അവതരണം വളരെ രസകരമായിട്ട് ഇത്രയും ഒരു ഗഹനമായ വിഷയത്തെ വളരെ ലളിതമായിട്ട് പറഞ്ഞതിൽ സന്തോഷം. ഇത് കേട്ടിരുന്നവരൊക്കെ ഒട്ടും എന്താ ഒരു ബോറിംഗ് ഇല്ലാതെ തന്നെ കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും മീനാക്ഷിക്ക് വളരെ നന്ദിയുണ്ട്. പുസ്തകം വായിച്ചിട്ടില്ല, അന്ന് കണ്ട് സംസാരിച്ചപ്പോഴാണ് അത് ഇതിനെ കുറിച്ചാണ് എന്നൊക്കെ അറിഞ്ഞത് തന്നെ. ഞാൻ വെറുതെ അത് ഇങ്ങനെ പരിഷത്ത് ഭവനിൽ കണ്ടിട്ടുണ്ടെങ്കിലും വാങ്ങി വായിച്ചിട്ടില്ല. എന്തായാലും ഉടനെ വായിക്കൂ. എന്റെ ഫീൽഡൊക്കെ ആയിട്ട് ബന്ധമുള്ളതാണെങ്കിലും പിന്നീട് അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഞാനത് വായിക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്തായാലും ഉടനെ വായിക്കും. ഇംഗ്ലീഷ് പതിപ്പ് വരാൻ പോണെന്ന് അറിഞ്ഞാല് വളരെ സന്തോഷം. നന്ദി. താങ്ക് യു ജൂന. നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഏതായാലും ഒന്നര മണിക്കൂറിൽ കൂടുതൽ എടുത്തു. നല്ല ഗംഭീരമായ ചർച്ചയുമായിരുന്നു, അവതരണവും. നമ്മള് ഈ പങ്കെടുക്കുന്ന എല്ലാവരും നമ്മുടെ ഭൗമശാപം വായിക്കണം. അപ്പോ ഇന്നത്തെ അവതരണത്തിന് CS മീനാക്ഷിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. UK ടോക്ക് അടുത്ത മാസവും നമ്മൾ ചില ടോക്കുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ വർഷം ലൂക്ക ടോക്കുകളിൽ ഈ ക്വാണ്ടം സയൻസുമായി ബന്ധപ്പെട്ട ടോക്ക് എല്ലാ മാസവും ഉണ്ട്. കൂടാതെ ഈ വർഷം ആർക്കിയോളജി പോലുള്ള വിഷയത്തിലൊക്കെയുള്ള ചില ടോക്ക് സീരീസുകൾ അടുത്ത മാസത്തിലൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ലൂക്കയുടെ ഗ്രൂപ്പിലും ഒക്കെ അംഗമായിട്ട് കൃത്യമായിട്ട് പങ്കെടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി. CS മീനാക്ഷി മാഡത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ശുഭരാത്രി. Okay, thank you. Thank you, Rizwan, for the opportunity. Thank you.